ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 97. ലുത്തിനിയായെക്കുറിച്ചുള്ള ധ്യാനം 10. അതില് ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളിൽ 7-ാമത്തെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. 6 നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ദൈവവരപ്രസാദത്തിന്റെ മാതാവ്, ദൈവവരപ്രസാദത്തിന്റെ മാതാവ്, മദർ ഓഫ് ഡിവൈൻ ഗ്രേസ്. ലത്തീനില് മാത്തർ ദിവീനെ ഗ്രാസിയെ, മാത്തർ ദിവീനെ ഗ്രാസിയെ. നമ്മൾ ഈ മരിയൻ ധ്യാനത്തിൽ വളരെയധികം ആഴത്തിൽ ചർച്ച ചെയ്തൊരു സംഗതിയാണ് മറിയത്തിന്റെ അമലോത്ഭവം. അതായത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളെ സ്വസ്തി. ആ വചനത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കണ്ടതാണ്. അതുകൊണ്ട് അത് കേട്ടിട്ടുള്ളവർക്ക് ഞാൻ ചുരുക്കമായിട്ടാണ് ഇപ്പം ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തിനടുക്കൽ വന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൈറെ കെഹരിത്തോമനെ, ഹൈറെ കെഹരിത്തോമനെ. ഹൈറെ എന്ന് പറഞ്ഞാൽ റിജോയ്സ്. നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണം. ഷാലോം എന്നാണ് ഹീബ്രു വാക്കിൽ സാധാരണ അഭിസംബോധന ചെയ്യുക. അതിന് പകരം ഗ്രീക്കിലെ ഹൈറെ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിജോയ്സ് എന്നാണ് അതിന് ശരിക്കുള്ള തർജ്ജമ. നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണം. ഷാലോമും റിജോയ്സും ഒക്കെ ചേർത്തിട്ട് സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണം. രണ്ടാമത്തെ വാക്ക് കെഹരിത്തോമനെ, കെഹരിത്തോമനെ. അതിന് 3 ഭാഗമുണ്ട്. ഹരിത്തോ എന്നാണ് നടുക്ക്, ഹരിത്തോ. അതിന് തുടക്കത്തില് കെ ഹരിത്തോ മെനെ, അവസാനം കെ ഹരിത്തോ മെനെ. ഇത് നമുക്ക് തർജ്ജമ ചെയ്യാൻ ഒട്ടും എളുപ്പമല്ല. വിശുദ്ധ ജെറോം തർജ്ജമ ചെയ്താണ് ഗ്രാസിയ പ്ലാന, ഫുൾ ഓഫ് ഗ്രേസ്. പക്ഷേ ആ തർജ്ജമയും പോരായ്മയുള്ളതാണ്. കാരണം സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തില് 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം സ്തെഫാനോസിനെ കൃപ നിറഞ്ഞവൻ എന്ന് വിളിക്കുന്നുണ്ട്. കൃപ നിറഞ്ഞവൻ, കൃപയും ശക്തിയും നിറഞ്ഞവൻ. അതായത് സ്തെഫാനോസിനെ കൃപ നിറഞ്ഞവൻ എന്ന് വിളിക്കുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന വാക്ക് കെഹരിത്തോമനെ അല്ല, മറിച്ച് പ്ലേരസ് ഹാരിത്തോസ് എന്നാണ്. അപ്പൊ കൃപ നിറഞ്ഞവൾ എന്നതിനാണെങ്കിൽ പ്ലേരസ് ഹാരിത്തോസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്, കെഹരിത്തോമൻ എന്നല്ല ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞാൽ പോലും അത് കെഹരിത്തോമനെ എന്ന് മാലാഖ പറഞ്ഞ വാക്കിന്റെ തർജ്ജമയാകില്ല. അപ്പൊ പിന്നെ എങ്ങനെ തർജ്ജമ ചെയ്യും? ഞാൻ കൊടുക്കുന്ന തർജ്ജമ അത് അത്ര എളുപ്പമല്ല. എങ്കിലും ദൈവകൃപയുടെ അതിബാഹുല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് വേണ്ടത്. ദൈവകൃപയുടെ അതിബാഹുല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളെ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. അങ്ങനെ തർജ്ജമ ചെയ്താലാണ് കുറച്ചുകൂടി ചേരുക. അതായത് ദൈവത്തിന്റെ വരപ്രസാദത്തിന്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവളെ, ദൈവത്തിന്റെ വരപ്രസാദത്തിന്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവളെ എന്ന് തർജ്ജമ ചെയ്താലേ കെഹരിത്തോമനെ എന്ന വാക്കിനോട് അല്പമെങ്കിലും നീതി പുലർത്താൻ കഴിയും. ഇത് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കാ. എന്ന് വെച്ചാൽ ദൈവം തന്നെ പറയുന്നത്. ഈ ലോകാരംഭം മുതൽ വരപ്രസാദത്തിന്റെയും ദൈവകൃപയുടെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ എല്ലാവരിലും ഉപരിയായി ഉയർത്തപ്പെട്ടവൾ എന്നാണ് അതിന്റെ അർത്ഥം. ലോകാരംഭം മുതലേ വരപ്രസാദത്തിന്റെയും വിശുദ്ധിയുടെയും ദൈവകൃപയുടെയും കാര്യത്തിൽ എല്ലാവരിലും ഉപരിയായി ഉയർത്തപ്പെട്ടവള്. അതായത് പണ്ട് മുതലേ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും ഇനിയും ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ സംഗതിയാണ് മറിയത്തിലുള്ള ദൈവകൃപ അഥവാ വരപ്രസാദം. ഞാൻ ആവർത്തിക്കുക, ഇത് ദൈവം മാലാഖയിലൂടെ, ഗബ്രിയേൽ മാലാഖയിലൂടെ പറയുന്നതാ. ഇത് ദൈവവചനമാണ്. അതിനാൽ മറിയത്തെ ദൈവവരപ്രസാദത്തിന്റെ മാതാവ്, ദൈവകൃപയുടെ മാതാവ് എന്ന് വിളിക്കുന്നു. മിശിഹായുടെ അമ്മ, ക്രിസ്തുവിന്റെ അമ്മ, ദൈവമാതാവ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുപോലെ അതോട് ചേർന്ന് പോകുന്ന ഒരു സംഗതിയാണ് ദൈവവരപ്രസാദത്തിന്റെ മാതാവ്. ദൈവകൃപയുടെ അതിബാഹുല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവള് ദൈവവരപ്രസാദത്തിന്റെ മാതാവാണ്. ദൈവത്തിന്റെ വരപ്രസാദത്തിന്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്നവൾ, ആ തുളുമ്പുന്നവളായ മറിയം ദൈവവരപ്രസാദത്തിന്റെ മാതാവാണ്. ലോകാരംഭം മുതൽ ദൈവകൃപയുടെയും വരപ്രസാദത്തിന്റെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ എല്ലാവരും ഉപരിയായി ഉയർത്തപ്പെട്ടവൾ മറിയം ദൈവവരപ്രസാദത്തിന്റെ മാതാവാണ്. ഇതിന് കുറച്ച് തെളിവുകൾ കൂടി ഞാൻ നൽകാം. ഈ വാക്ക് മാത്രമല്ല, ചില തെളിവുകൾ. ലൂക്കാസ് 1:41 മറിയത്തിന്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ പിള്ള, ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി. മറിയത്തിന്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ആ എലിസബത്തിന്റെ ഗർഭത്തിലുള്ള പിള്ള, ആ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി. ഈ
അതേ ലൂക്കാസ് 1:41 തന്നെ പറയാണ്, മറിയത്തിന്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നോക്കുക, എലിസബത്ത് മറിയത്തിന്റെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇത് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്കിയേ. അപ്പോൾ ദൈവവരപ്രസാദത്തിന്റെ മാതാവാണ് മറിയം എന്നതിന് തെളിവല്ലേ അത്? അവളുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് കേട്ടപ്പോൾ, അവളുടെ മറിയത്തിന്റെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഗർഭത്തിലെ ശിശു തുള്ളിച്ചാടി. മറിയം, ദൈവവരപ്രസാദത്തിന്റെ മാതാവായ മറിയം, ആ മറിയത്തിന്റെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണ് അവൾ പറയുന്നത്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു. ഇതെങ്ങനെ? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു, ഇതെങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് കൊണ്ടാണ് എലിസബത്തിന് അങ്ങനെ മറിയത്തെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിളിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ നമ്മുടെ പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികള്, ബ്രദർ അസംബ്ലിക്കാര്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, ദൈവസഭക്കാര്, ഇവർക്ക് എന്റെ കർത്താവിന്റെ അമ്മ എന്നോ ദൈവമാതാവെന്നോ മറിയത്തെ വിളിക്കാൻ പറ്റാത്തതിന് കാരണം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിൽ നിറയാത്തതിന് കാരണം അവര് മറിയത്തിന്റെ വന്ദനം കേൾക്കുന്നില്ല. മറിയത്തിന്റെ വന്ദനം കേൾക്കാത്തത് കൊണ്ടാണ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ പരിശുദ്ധാത്മാവിൽ നിറയാത്തത്. എലിസബത്ത് നിറഞ്ഞതുപോലെ അവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാനേ മറിയത്തിന്റെ വന്ദനം കേട്ടിരുന്നെങ്കിൽ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ദൈവമാതാവെന്നോ എന്റെ കർത്താവിന്റെ അമ്മാന്നോ മറിയത്തെ വിളിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിറയാത്തതിനാൽ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികളും ബ്രദർ അസംബ്ലിക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും പിന്നെ ബോൺ അഗൈൻ ക്രിസ്ത്യൻസ് ഒക്കെ മറിയത്തെ മൊട്ടത്തോടെന്നും പറഞ്ഞ് നടക്കുകയാണ്. അല്ലെങ്കിൽ മറിയം പൈപ്പ് പോലെയാണ്, മറിയം കുഴല് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അവർക്ക് പരിശുദ്ധാത്മാവില്ല, മറിയത്തിന്റെ വന്ദനം കേൾക്കാനുള്ള ഹൃദയ തുറവിയില്ല. വീണ്ടും ഈ എലിസബത്ത് പറയാ, നിന്റെ അഭിവാദനം എന്റെ ചെവിയിൽ വീണപ്പോൾ ശിശു പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ആനന്ദം എന്നുള്ളത് സുവിശേഷത്തില് പരിശുദ്ധാത്മാവിനുള്ള മറ്റൊരു വാക്കാണ്. പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ആനന്ദം എന്ന വാക്ക് പല പ്രാവശ്യം കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവിന് മറ്റൊരു പര്യായ പദമാണ് ആനന്ദം. നിന്റെ അഭിവാദനം എന്റെ ചെവിയിൽ വീണപ്പോൾ എന്റെ ഗർഭത്തിലെ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി, പരിശുദ്ധാത്മാവ് കൊണ്ട് തുള്ളിച്ചാടി. ജനിക്കുന്നതിന് മുൻപ് മാമോദിസ സ്വീകരിച്ചവനാണ് ഈ സ്നാപയോഹന്നാൻ. ഇല്ലേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്നല്ലേ പറയണേ, ഗർഭത്തിലെ ശിശു. അപ്പോ അവൻ ജനിച്ച് പ്രായപൂർത്തിയായിട്ട് ആണോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്? ശിശു മാമോദിസയ്ക്ക് വലിയൊരു തെളിവാണ് ഈ പറയുന്നത്. ഈ സ്നാപയോഹന്നാൻ അവന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാ, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയവനാ. വീണ്ടും എലിസബത്ത് പറയാണ്, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് നീ. കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് നീ. കർത്താവ് അരുളി ചെയ്ത കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ചവള്. ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ് കർത്താവ് ചോദിക്കുന്ന വചനം. ആരാണ് എന്റെ അമ്മ, ആരാണ് സഹോദരർ, ആരാണ് എന്റെ സഹോദരിമാര്? എന്റെ പിതാവിന്റെ വചനം കേട്ടത് അനുസരിക്കുന്നവർ. അങ്ങനെ അനുസരിച്ചവരിൽ ആദ്യത്തെ ആളാണ് മറിയം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് അവള്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ ജനക്കൂട്ടത്തെ വിളിച്ചു പറഞ്ഞത് ലൂക്കാസ് 11:27-28, നിന്നെ വഹിച്ച ഗർഭപാത്രവും നിനക്ക് അമ്മിഞ്ഞ പാല് തന്ന മുലകളും ഭാഗ്യമുള്ളവ. കർത്താവ് പറഞ്ഞു, അതെ, പക്ഷെ അതിനേക്കാൾ ഭാഗ്യം അവൾക്കുണ്ട്. എന്താണ്? ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇങ്ങനെ രണ്ട് ഭാഗ്യവും, അതായത് അവനെ വഹിച്ച ഉദരവും ഗർഭപാത്രവും അവന് അമ്മിഞ്ഞപ്പാല് കൊടുത്ത മുലകളും ഭാഗ്യമുള്ളവ. എന്നുവെച്ചാൽ മറിയം ശാരീരികമായിട്ട് ജന്മം കൊടുത്തപ്പോൾ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യുഗാന്ത കുടുംബത്തിലെ അംഗം, ദൈവപിതാവിന്റെ ഇഷ്ടം കേട്ട് നിറവേറ്റുന്ന ആ യുഗാന്ത കുടുംബത്തിലെ ആദ്യത്തെ അംഗവും മറിയമാണ്. ഇത് രണ്ടും കർത്താവ് പറഞ്ഞത്. ഇത്രയും തെളിവുകൾ പോരെ ദൈവവരപ്രസാദത്തിന്റെ മാതാവാണ് മറിയമെന്ന് പറയാൻ? ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ? തെളിവ് ഇനിയുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് തെളിവുകൾ നിരത്തിയെന്നേ ഉള്ളൂ. അപ്പോ ദൈവവരപ്രസാദത്തിന്റെ മാതാവ് അതാണ് മറിയം. അവളോട് തീർച്ചയായിട്ടും നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് 5:8, വെളിപാട് 8:1 മുതൽ 4 വരെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. ഏക മധ്യസ്ഥനുണ്ടെങ്കിലും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. അങ്ങനെയെങ്കിൽ ഈ ദൈവവരപ്രസാദത്തിന്റെ മാതാവായ മറിയത്തിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 36. ഉത്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെ വചനങ്ങൾ. അതുകൊണ്ട് ദൈവമായ യാഹ്വേ മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്നവന്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ല് കൊണ്ട് ദൈവമായ യാഹ്വേ ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഒടുവിലിതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. വിവാഹം എന്ന ഉടമ്പടിയുടെ സ്ഥാപനമാണ് നമ്മളിവിടെ കാണുന്നത്. എസെക്കിയേൽ 16:8, മലാക്കിയുടെ പുസ്തകം, മലാക്കി പ്രവാചകന്റെ 2:14 ഇതിലേക്കുള്ള റെഫറൻസ് ഉണ്ട്. ദൈവം ഇത് സംവിധാനം ചെയ്തതിനുള്ള ഉദ്ദേശങ്ങൾ ഇവയാണ്. ഒന്ന്, സ്ത്രീയും പുരുഷനും തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത്. ഉൽപ്പത്തി 2:23. സ്ത്രീയും പുരുഷനും തമ്മിൽ. സ്ത്രീയും തമ്മിലോ പുരുഷനും തമ്മിലോ വിവാഹം സാധ്യമല്ല. അപ്പോൾ പെട്ടെന്ന് ചിലവ് ചോദിക്കാം, ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ആശീർവദിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അവരുടെ ബന്ധത്തെ ആശീർവദിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. വ്യക്തികൾ ആശീർവദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാപത്തിലാണ് ജീവിക്കുന്നത്. ലെസ്ബിയൻ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ഒക്കെ ആയിരിക്കുന്ന ആളുകൾ അവർ മനുഷ്യരാണ്, പാപാവസ്ഥയിലാണ്. അവരുടെ പാപകരമായ ബന്ധത്തെ ആശീർവദിക്കാനല്ല, അവരെ വ്യക്തികളെ ആശീർവദിക്കാനാണ് മാർപ്പാപ്പ പറഞ്ഞത്. കാരണം സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലും കല്യാണം കഴിക്കാൻ കഴിയില്ല. ഭാര്യയും ഭർത്താവും ഒരു മാംസമായ തരത്തിലുള്ള അത്യഗാധമായ ബന്ധമാണ് വിവാഹം. ഉത്പത്തി 2:24. ചേർന്ന ഇണകളും തുല്യ പങ്കാളികളും എന്ന നിലയിൽ ഭാര്യയും ഭർത്താവും പരസ്പരം തുണയാകാനും പിന്തുണയാകാനും ആ ബന്ധത്തിൽ നിന്ന് മക്കള് ഉണ്ടാകാനും ഇതൊക്കെയാണ് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ. ഉൽപ്പത്തി 2:18. വർദ്ധിച്ചു പെരുകാനായി മക്കൾ ജനിപ്പിക്കുന്നതും അവരുടെ കർത്തവ്യമാണല്ലോ. അപ്പോൾ ഈ ജനിപ്പിച്ചാൽ മാത്രം പോരാ, നല്ലവരെ വളർത്തും വേണം. അപ്പോൾ വിവാഹത്തിന്റെ 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും മക്കളുമാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങൾ ഈ സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലായാൽ ഇത് നടക്കില്ല. മക്കളെ ജനിപ്പിക്കാൻ പറ്റുമോ? മാത്രമല്ല, അവിടെ യഥാർത്ഥ സ്നേഹമില്ല. സ്വാർത്ഥതയല്ലാതെ, ഒരു സുഖം ആസ്വദിക്കാനുള്ള ഒരു ത്വരയല്ലാതെ വിവാഹത്തിൻ്റെതായ ഒരു ലക്ഷ്യം അവിടെ നടക്കില്ല. ഞാൻ പണ്ട് ബെർലിനിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഈ ലെസ്ബിയൻ എന്ന് പറയുന്നവരുടെ ഒരു ഗ്രൂപ്പ്, അപ്പോൾ അവര് ഞങ്ങളുടെ കൂടെ ഒരു കാപ്പി കുടിക്കാൻ വരുമോ? അതൊരു റിസ്ക് ഉള്ള സംഗതിയാണ്. ചെന്നില്ലെങ്കിൽ സഭ അവരുടെ കൂടെ അല്ലെന്ന് വരും. ചെന്നാലേ അവർ ഫോട്ടോ എടുത്തിട്ട് അച്ഛൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയും. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പോയി. അപ്പോൾ ഒരു ഈ 10-12 പേരുണ്ട് ഈ ലെസ്ബിയൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്, പല രാജ്യങ്ങളിലുള്ളവരാണ്. അങ്ങനെ ഒരു കഫറ്റേരിയയിൽ പോയി കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ലെസ്ബിയനൊക്കെ ആണെന്ന് പറയുന്നു, നിങ്ങൾ ഈ ശാരീരികമായി അങ്ങനെ അതായത് ബന്ധപ്പെടാൻ കഴിയില്ല പലതിനും, എന്നാലും ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരാൾ ഈ രണ്ടും പെണ്ണാണ്, അപ്പോ നിങ്ങൾ രണ്ടും പെണ്ണായിട്ട് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അതിൽ പറഞ്ഞു, അല്ല, ഞങ്ങൾ അതിൽ ഒരാൾ ആണായിട്ട് അഭിനയിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ആണായിട്ട് അഭിനയിക്കുന്നതും അതിനേക്കാൾ ഭേദം ഒരു ആണുണ്ടായാ പോരെ, എന്തിനാ ഈ അഭിനയിക്കാൻ പോകുന്നേ? അപ്പോ അങ്ങനെയുള്ള ബന്ധത്തിൽ പോലും ഒരാൾ ആണായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ അതിനകത്തൊരു ഒരു വഞ്ചനയുണ്ട്, ഒരു കബളിപ്പിക്കലുണ്ട്, ഒരു ചതിയുണ്ട്. ആണല്ലാത്ത ആള് ആണായിട്ട് അഭിനയിക്കുന്നു. അപ്പോ വെറും തൃഷ്ണ, ത്വര, കാമപൂരണം അതല്ലാതെ അതിനപ്പുറത്തില്ല. തീർച്ചയായിട്ടും അവരുടെ പാപാവസ്ഥ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടാകാം, ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും അതൊന്നും തന്നെ വിവാഹത്തിൽ കലാശിക്കാൻ പറ്റുന്ന അതിനുള്ള ന്യായങ്ങളല്ല. അവർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാപാവസ്ഥ മനസ്സിലാക്കണം. ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാം, ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പിന്നെ ജന്മന അങ്ങനെ ആയിട്ടുള്ള കുറെ പേരുണ്ട്. അവരൊക്കെ നമ്മൾ സഹായിക്കാൻ വേണ്ടി സഭ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കന്യാസ്ത്രീമാരൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വിവാഹം എന്ന കൂതാശയിലേക്ക് വരാൻ പറ്റുന്നതല്ലോ. വിവാഹം എന്ന കൂതാശയ്ക്ക് ഈ 2 ലക്ഷ്യങ്ങളുണ്ട്. ആ 2 ലക്ഷ്യങ്ങളിൽ രണ്ടും നിറവേറുന്ന ഇതുപോലെ ആയിരിക്കുന്ന ഒരു സംവിധാനത്തിലെ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതാണ് കർത്താവ് പറയുന്നത്. ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ അതൊരു വിവാഹത്തിന്റെ ഉടമ്പടിയായിട്ട് കർത്താവ് സ്ഥാപിക്കുകയാണ്. ദമ്പതികളുടെ സുസ്ഥിരവും ശാശ്വതവുമായ ഉടമ്പടിയായിട്ടാണ് ദൈവം വിവാഹത്തെ വിഭാവനം ചെയ്തതെന്ന് യേശു പിന്നീട് പഠിപ്പിക്കുന്നത് ഈ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മർക്കോസ് 10:1, 10-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ, മത്തായി
19, 3 മുതൽ 9 വരെ. ദമ്പതികളുടെ സുസ്ഥിരവും ശാശ്വതമായ ഉടമ്പടിയായിട്ടാണ് ദൈവം വിവാഹത്തെ വിഭാവനം ചെയ്തത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്, ഈശോമിശിഹ സംസാരിക്കുന്നത്. യേശുവും അവന്റെ ആത്മീയ വധുവായ സഭയും തമ്മിലുള്ള അലംഘനീയ സ്നേഹബന്ധത്തിന്റെ പ്രതീകമായിട്ടാണ് പൗലോസ് ലീഗ എഫെസസ് ലേഖനത്തിലെ 5:21 മുതൽ 33 വരെ വചനങ്ങളിൽ പറയുന്നത്. അതായത് ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ഒരു വൈവാഹിക ബന്ധമുണ്ട്, ആത്മീയ വിവാഹമുണ്ട്. അതിലേക്ക്, ആ രഹസ്യത്തിലേക്കാണ് വാസ്തവത്തിൽ ഭാര്യയും ഭർത്താവും പ്രവേശിക്കുന്നത്. സഭയും ഈശോയും തമ്മിലുള്ള ഒരു വൈവാഹിക ബന്ധമുണ്ട്, ആത്മീയ ബന്ധമുണ്ട്, ഒരു മിസ്റ്റിക്കൽ മാരേജ്, ഒരു യോഗാത്മക കല്യാണം. ആ രഹസ്യത്തിലേക്കാണ് ദമ്പതികൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂതാശയാകുന്നേ. അപ്പൊ ഇത് തോന്നി പോലെ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്, പൗലോസ് പഠിപ്പിക്കുന്നു. അപ്പോ അതിന്റെ ആ ഗാംഭീര്യം, അതായത് ഈ വിവാഹം എന്ന ഉടമ്പടിയിൽ ഗാംഭീര്യം കാണിക്കാൻ ചില വചനങ്ങൾ ബൈബിൾ ഗ്രന്ഥകാരൻ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ആദാമിനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. പുരുഷനിൽ ദൈവം നടത്തുന്ന സൃഷ്ടിയുടെ പരിവർത്തനം, അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉറക്കം. പുരുഷനിലെ ദൈവം നടത്തുന്ന സൃഷ്ടിയുടെ ഒരു പരിവർത്തനം, ഒരു ക്രിയേറ്റീവ് ട്രാൻസ്മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ നമ്മൾ ഈ കോവിഡ് വന്നപ്പോൾ മ്യൂട്ടേഷൻ ജനിതക മാറ്റം വന്ന് പുതിയ തരത്തിലുള്ള വൈറസ് ഉണ്ടാകണം. അതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയാ. ഇവിടെ ക്രിയേറ്റീവ് ട്രാൻസ്മ്യൂട്ടേഷൻ, അതായത് സൃഷ്ടിയുടെ ഒരു പരിവർത്തനം, അത് പുരുഷനിൽ നടത്താൻ പോവാണ് ദൈവം. അതുകൊണ്ടാണ് അവനെ ഉറക്കിക്കെടുത്തുന്നത്. 2-1 എന്ന ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. 2-1, അതായത് അതുപോലെ 1-2, ഈ രണ്ടും കൂടി നടക്കുകയാണ്. 2-1, 1-2. 2-1 എന്ന് പറയുന്നതിന്റെ അർത്ഥം ആദാമിൽ നിന്ന്, പുരുഷനിൽ നിന്ന് സ്ത്രീ എടുക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ എന്ന ഒന്നിൽ സ്ത്രീയും പുരുഷൻ എന്ന 2 യാഥാർത്ഥ്യങ്ങളും. അപ്പൊ പരസ്പരം പൂരകമാണ്. സ്ത്രീയുടെ മുഖം പുരുഷന് വേണ്ടിയും പുരുഷന്റെ മുഖം സ്ത്രീക്ക് വേണ്ടിയുമായിരിക്കും. ഇതൊക്കെ ആ സൃഷ്ടികർമ്മത്തിലുള്ള ഒരു സംഗതിയാണിത്. അത് ദൈവം സൃഷ്ടിച്ചതാണ്. പുരുഷനിൽ നിന്ന് സ്ത്രീ വന്നു, അതുകൊണ്ട് ഈ സ്ത്രീ പുരുഷനിലേക്ക് തിരിച്ചു പോകണം. പിന്നീട് നമുക്കറിയാം, ബാക്കി എല്ലാവരുടെ കാര്യത്തിലും പുരുഷൻ സ്ത്രീയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പുരുഷൻ സ്ത്രീയിലേക്ക് പോകണം. അങ്ങനെയുള്ള ഈ പൂരകത്വമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ പൂരകത്വത്തിന്റെ സൃഷ്ടി അത് നടക്കുമ്പോൾ ആദാമിനെ ഉറക്കിക്കെടുത്താണ്, ഗാഠനിദ്രയിൽ ആഴ്ത്തുകയാണ്. ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്. ലൈംഗികത എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ സെക്സ് എന്ന വാക്കിന് കറക്റ്റ് തർജ്ജമയല്ല. ലൈംഗികത എന്ന് പറഞ്ഞാൽ ലിംഗത്തെ സംബന്ധിച്ചതെന്നാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ വെറും ലിംഗത്തെ സംബന്ധിച്ചതല്ല. നമ്മുടെ ഈ ആത്മാവും ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ഉൾച്ചേർന്ന ഒരു സർഗപ്രക്രിയയാണ് സെക്സ് എന്ന് പറയണേ. സർഗപ്രക്രിയ സൃഷ്ടിപരത. അത് ലൈംഗികത എന്ന വാക്ക് പറയുമ്പോൾ ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചുരുങ്ങി പോകുകയാണ്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. നല്ലതായിരിക്കുമ്പോൾ തന്നെ ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട് ദൈവം അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതെവിടെയൊക്കെ ശരിയായി ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ദൈവം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്തും അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത് പാപമാകും. കാരണം അതിന്റെ ലക്ഷ്യം ദൈവമാണ് സൃഷ്ടിച്ചത്. അത് സൃഷ്ടിച്ചത് ദൈവമാണ്, ലക്ഷ്യം സൃഷ്ടിച്ചത് ദൈവമാണ്. അതിന് ദൈവഹിതത്തിന് ചേർന്ന് ചെയ്താലേ അതില് തൃപ്തി ഉണ്ടാകൂ, അതില് സന്തോഷമുണ്ടാകൂ, അതിൽ സ്ഥിരതയുണ്ടാകൂ, അതിൽ വിശ്വസ്തതയുണ്ടാകൂ, ബന്ധം ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂ. നമ്മൾ ഇപ്പൊ ലോകത്തിൽ ഒരുപാട് ഡൈവോഴ്സസ് നടക്കുന്നു. ലോകത്ത് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പക്ഷെ ഏറ്റവും മുഖ്യ കാരണം എന്താണ്? ഈ സ്വതന്ത്ര സെക്സ് എന്ന് പറഞ്ഞ ഫ്രീ സെക്സ് അനുവദിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ പോലും വിവാഹമോചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിലെ അവിശ്വസ്തത. ഭാര്യയ്ക്ക് ഭർത്താവ് അല്ലാതൊരു ബന്ധം ഉണ്ടാകുക, ഭർത്താവിന് ഭാര്യ അല്ലാതെ ബന്ധം ഉണ്ടാകുക. ഈ സ്വതന്ത്ര സെക്സ് പഠിപ്പിക്കുന്നവർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ വിവാഹമോചനത്തിൽ വലിയ ശതമാനം വിവാഹമോചനത്തിന് കാരണങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം സൃഷ്ടിച്ചതാണ് സെക്സ്. അതിന് ദൈവം ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതുപോലെ അത് എങ്ങനെയൊക്കെ എവിടേക്ക് ഉപയോഗിക്കാം, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അതിനൊരു മാർഗം ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ളതും അതിന് പുറത്തുള്ളതും തെറ്റായിട്ട് വരും. പൊതുവായിട്ട് എത്ര പറയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ഓരോ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പിന്നെ നമുക്ക് കാണാം. ആദാമിനെ ഗാഠനിദ്രയിൽ അഴിച്ചിട്ട് വാരിയല്ലുകളിൽ ഒന്നെടുത്ത് വാരിയല്ല്
അങ്ങനെയാണ് തർജ്ജമ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ആളുകൾക്ക് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് വാരിയല് എന്നതിനേക്കാൾ നല്ല പരിഭാഷ പാർശ്വം എന്നാണ്. പാർശ്വം, വാരിയല് എന്നുള്ള വാക്കല്ല, പാർശ്വമാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. അതാണ് കുറച്ചുകൂടി ശരി. എനിവേ, ആദ്യ സ്ത്രീ ആദ്യ പുരുഷന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. വാരിയൽ എന്നൊന്നും ഉദ്ദേശിക്കുന്നതാണെങ്കിലും പാർശ്വം എന്നാണെങ്കിലും ആദ്യ സ്ത്രീ ആദ്യ പുരുഷന്റെ അതേ സത്തയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു. 1 കൊറിന്തോസ് 11:8. പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗികതയോടെയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ശരി തന്നെ, എങ്കിലും ഒരേ സത്തയാണ്. പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗികതയോടെയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും മനുഷ്യ സത്തയാണ് സ്ത്രീയിലുള്ളത്. അതുകൊണ്ടാണ് അവന്റെ വാരിയല് അല്ലെങ്കിൽ പാർശ്വം എന്ന് എഴുതിയിരിക്കുന്നത്. പരസ്പരം പൂരകമാണ് സ്ത്രീയും പുരുഷനും. സ്ത്രീ ഒരു കാരണവശാലും പുരുഷനേക്കാൾ താഴെയല്ല, ഒരു കാരണവശാലും. പുരുഷന്റെ സത്തയാണ് സ്ത്രീക്കുള്ളത്. അതാണ് ബൈബിൾ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ സത്തയാണ്, രണ്ടുപേർക്കും 2 ലൈംഗികതയാണുള്ളതെങ്കിലും ലിംഗം വ്യത്യാസമുണ്ടെങ്കിലും ഒരേ മനുഷ്യ സത്തയാണ്. മനുഷ്യന്റെ അന്തസ്സ് പുരുഷന് എന്തുമാത്രമുണ്ടോ അത്രയും തന്നെ അന്തസ്സ് സ്ത്രീക്കുമുണ്ട്. അവരുടെ ദൗത്യങ്ങൾ വേറെയാണ്, പക്ഷെ അന്തസ്സ് തുല്യതയുള്ളതാണ്. ഈ സ്ത്രീയും പുരുഷനും എതിർലിംഗത്തിൽപ്പെട്ടവരല്ല. പണ്ട് അങ്ങനെ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞിരുന്നത്. ഓപ്പോസിറ്റ് സെക്സ്, എതിർലിംഗം അല്ല, പൂരക ലിംഗമാണ്, കോംപ്ലിമെന്ററി സെക്സ് ആണ്. അതുകൊണ്ടാണ് പുരുഷന്റെ സത്തയിൽ നിന്ന് വാരിയലോ പാർശ്വത്തിൽ നിന്നോ സ്ത്രീക്ക് ജന്മം കൊടുക്കുന്നത്. അവർ പരസ്പരം പൂരകമാണ്, എതിരല്ല. സ്ത്രീയും പുരുഷനും ഒന്നായി തീരണമെന്നതാണ് ദൈവഹിതം. അവർ തുല്യതയുള്ള പങ്കാളികളാണ്, ഒപ്പം സഞ്ചരിക്കുന്ന സഹചാരികളാണ്, സഹധർമ്മിണി അല്ലെ. ഈ ഭാര്യ പറഞ്ഞ സഹധർമ്മിണി എന്നാണ്. ഭർത്താവിന്റെ ധർമ്മത്തിൽ സഹധർമ്മിണി, പങ്കുചേരുന്ന ധർമ്മിണിയാണ്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷനും സഹധർമ്മകനാണ്, സ്ത്രീയുടെ സത്തയില് ധർമ്മത്തില് പങ്കുചേരുന്നവൻ. ഇതാണ് ബൈബിളിന്റെ കാഴ്ചപ്പാട്. മക്കളെ ജനിപ്പിക്കണമെന്ന് പരസ്പരം സ്നേഹിക്കുക, മക്കളെ ജനിപ്പിക്കുക. ഇങ്ങനെ 2 ലക്ഷ്യങ്ങളാണ് ഈ വിവാഹ ഉടമ്പടിക്ക് ഉള്ളത്. ലൈംഗികതയുടെ ലക്ഷ്യം അതുതന്നെയാണ്. അപ്പോ മക്കളെ ജനിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട്, അതുപോലെ തന്നെ പരസ്പരം ആനന്ദിക്കുന്ന ലക്ഷ്യമുണ്ട്. പരസ്പരം ആനന്ദിക്കുക. പണ്ട് ഈ പലപ്പോഴും വിചാരിച്ചിരുന്നത് മക്കളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാരെന്നൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നത്. അത് തെറ്റായ പ്രബോധനമാണ്. അത് ബൈബിളിന്റെ വെളിച്ചത്തിലുള്ളതല്ല. അത് തെറ്റായ ഏതൊക്കെയോ ഈ ചിന്തകൾ കയറി വന്നതാണ്, ഫിലോസഫി കയറി വന്നതാണ്. ഈ പ്രണയമില്ലാത്ത ദാമ്പത്യം അത് വിരസത ജനിപ്പിക്കും. പ്രണയമില്ലാത്ത ദാമ്പത്യം വിരസതയുണ്ടാക്കും. വിപരീത ദിശയിൽ സുഖം ആസ്വദിക്കാൻ മാത്രം ലൈംഗികത ഉപയോഗിച്ചാൽ, അതായത് മക്കൾ ജനിപ്പിക്കുകയും വളർത്തി നാടിനും സഭയ്ക്കും കുടുംബത്തിനുമൊക്കെ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ അതും ഈ വിവാഹത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ്. അതായത് കുടുംബത്തിന് ദൈവം ഒരു ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചാണ് ഇപ്പം സർക്കാരുകളൊക്കെ പഠിപ്പിക്കുന്നത്. സഭ പഠിപ്പിക്കുന്നതിനേക്കാൾ സർക്കാർ പഠിപ്പിക്കുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. സർക്കാർക്ക് 5 കൊല്ലത്തെ കാര്യം നോക്കിയാൽ മതി. അപ്പൊ സർക്കാർ എന്താ പറയണേ? വിദ്യാഭ്യാസം ജോലി, വിദ്യാഭ്യാസം ജോലി. ഇത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ അത് വിചാരിച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഈ വിദ്യാഭ്യാസം ജോലി എന്തിനു വേണ്ടിയാ? ഈ ഒരു സത്യനാരായണ സിനിമയുണ്ടല്ലോ, അതിനകത്ത് ഇന്നസെന്റിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ജയറാമിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചാൽ നീ ആർക്ക് വേണ്ടി ജീവിക്കുക? നിന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ മരിച്ചാൽ നീ ആർക്ക് വേണ്ടി ജീവിക്കുക? നമുക്ക് ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ പറ്റൂ? ഈ ജോലിയും പിന്നെ വിദ്യാഭ്യാസം ജോലി മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ്? അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ഇല്ലേ, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അയൽപ്പക്കക്കാർക്ക് വേണ്ടിയും അങ്ങനെ ഒരു ജീവിയാണ് മനുഷ്യൻ. വെറുതെ ജോലി കിട്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായി ജോലി കിട്ടി കുറച്ച് കഴിയുമ്പോൾ ലക്ഷ്യം നിറവേറാൻ പറ്റാതെ പോകും. ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി കല്യാണം കഴിക്കാതിരിക്കാം, അതിൽ തെറ്റ് പറയുന്നില്ല. അങ്ങനെയാണ് വൈദികര്. അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാർ അങ്ങനെയുണ്ട്. അത് അവർക്ക് വിവാഹത്തെക്കാൾ ഉന്നതമായ ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഈ വിവാഹം ജോലിയും മാത്രമായിട്ട് എല്ലാവരും ഇരുന്നാൽ ഈ പ്രപഞ്ചം തന്നെ നിന്ന് പോകില്ലേ? മനുഷ്യരുണ്ടാകുമോ? സഭയുണ്ടാകുമോ? നിങ്ങളുടെ കുടുംബം ഉണ്ടാകുമോ? പിന്നെ ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിലാണ് ശരിക്കും മനുഷ്യന്റെ ആനന്ദം. അതുണ്ടാകില്ല, യഥാർത്ഥ ആനന്ദം ഉണ്ടാകില്ല. വിദ്യാഭ്യാസം ജോലി മാത്രമായാൽ സ്വാർത്ഥരായി നമ്മിൽ തന്നെ അടച്ചുപൂട്ടപ്പെട്ട് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട.
പുരുഷന്റെ ശിരസിൽ നിന്നോ പാദത്തിൽ നിന്നോ എടുക്കാതെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം, അതിനുണ്ട് ഒരു പ്രസക്തമായ സത്യമുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നാൽ നേരത്തെ പറഞ്ഞ സത്യം തന്നെയാണ്. സ്ത്രീ പുരുഷന് താഴെയും അല്ല മുകളിലും അല്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 369, 371 നമുക്കത് കാണാം. അതിനാൽ ഭർത്താവ് യജമാനും ഭാര്യ അടിമയുമല്ല. അവർ പ്രേമബദ്ധരാകേണ്ട പ്രിയതമനും പ്രിയതമയുമാണ്. ഒരാള് യജമാനും മറ്റേയാള് അടിമയുമായാൽ അപ്പൊ തന്നെ ഈ ദാമ്പത്യം പരാജയപ്പെട്ടു. മറിച്ച് പ്രിയതമനും പ്രിയതമയുമായാൽ തുല്യതയുള്ള, അതേസമയം ദൗത്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരസ്പര ബഹുമാനത്തിൽ നിന്നാണ് ദാമ്പത്യ സ്നേഹത്തിന്റെ കാന്തിക ശക്തി കണ്ടെടുക്കാനാകുക. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുക, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുക. ആ ബഹുമാനത്തിൽ നിന്നാണ് ഈ ദാമ്പത്യ സ്നേഹത്തിന്റെ ഒരു കാന്തിക ശക്തിയുണ്ട്, അത് ശരിക്കും കണ്ടെടുക്കാൻ കഴിയുക. ഈ ലാക്ഷണികമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, ലാക്ഷണികം എന്ന് പറഞ്ഞാൽ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ലാക്ഷണികമായിട്ട് ലക്ഷണകഥ, ആദാമിന്റെ ഉറക്കം യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ മുൻകൂട്ടിയുള്ള ഒരു രൂപസൂചനയാണ്. ആദാമിന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹവ്വയാകട്ടെ യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് രക്തത്തിലും വെള്ളത്തിലും പിറക്കാനിരുന്ന സഭയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ജേല എന്ന വാക്കിനെ, ജേല അതാണ് വാരിയല്ലെന്ന് നമ്മൾ തർജ്ജമ ചെയ്യണേ, അതൊരു പാർശ്വം എന്നും തർജ്ജമ ചെയ്യാം. ജേല, TSELA, TSELA, ജേല. ആ ഹെബ്രായ വാക്കിന് വാരിയൽ എന്നതിനേക്കാൾ പാർശ്വം എന്നാണ് നല്ല പരിഭാഷ. അപ്പൊ ആദാമിന്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ, യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ, മാമോദിസയിലും കുർബാനയിലും സഭ പിറന്നു വീഴുന്നു. ആ സഭയാകട്ടെ ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ്. യേശു സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും അമ്മയാണ് മറിയം എന്നതുപോലെ ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ് സഭ. ടേർട്ടുല്യം പറയുന്നതാണത്. ഗംഭീരമായ വ്യാഖ്യാനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഈ സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് പുരുഷന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവനൊരു പ്രേമഗീതം പാടുകയാണ്. എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. സ്വാഭാവികമായി കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണിത്. ഉൽപ്പത്തി 29:14, ന്യായാധിപൻ 9:2 അത് കാണാം. ഇതേ വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ലാബാൻ, റബേക്കയുടെ ആങ്ങള യാക്കോബ്, അയാളുടെ അമ്മാവന്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പനെയും ചേട്ടനൊക്കെ ചതിച്ച കാര്യം വഞ്ചിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോ ലാബാൻ പറയുന്നുണ്ട്, മരുമോനോട് പറയുന്നുണ്ട്, നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസമാണ്. ചതിയും വഞ്ചനയൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ തറവാട്ട് ഇല്ലേ, ഒസ്ത്യത്താണത്. നമ്മുടെ ലെഗസിയാണ്, പൈതൃകമാണ്. അണ്ണാൻകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലെ വഞ്ചനയും ചതിയൊക്കെ ഇല്ലേ, അത് പതിവാണെന്നുള്ള മട്ടിലാണ് അവിടെ സംസാരിക്കുന്നത്. അതായത് സ്വാഭാവികമായ അവരുടെ കുടുംബത്തിന്റെ പൈതൃകം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും, അതായത് പുരുഷന്റെ അതേ സത്തയാണ് സ്ത്രീ. എന്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിന്റെ മാംസമാണ്. അപ്പൊ വിവാഹം എന്ന ഉടമ്പടിയിലൂടെ വരന്റെയും അവരുടെ കുടുംബത്തിലെയും കുലത്തിലെയും അംഗമായി വധു മാറുന്നു. ഇനി മുതൽ അവളുടെ വീടും കുടുംബവും ഭർത്താവിൻ്റെതാണ്. അപ്പം നീ എന്റെ കുടുംബത്തിലേക്ക് വരുന്നു എന്ന ഒരു അർത്ഥം കൂടി ഈ അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസത്തിന്റെ അർത്ഥമുണ്ട്. നീ എന്റെ സത്തയാണ്, അതുകൊണ്ട് തന്നെ നീ എന്റെ കുടുംബത്തിലേക്ക് വരുന്നു. അതായത് വിവാഹ ഉടമ്പടിയിലൂടെ ഈ ചെറുക്കന്റെയും അവന്റെ കുടുംബത്തിന്റെയും കുലത്തിന്റെയും ഒരു ഭാഗമായി മാറുകയാണ് വധു എന്നുള്ളത്. അതുപോലെ തന്നെ മറിച്ചുണ്ടാകാം. അതായത് പണ്ട് ഈ മേട്രിയാർക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. പുരുഷൻ മാതാപിതാക്കൾ വിട്ട്, നമുക്ക് അതേക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം, മാതാപിതാക്കൾ വിട്ട് വധുവിനോട് ചേരും, ഭാര്യയോട് ചേരുമെന്ന് പറയുന്നുണ്ട്. അതിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമുക്ക് അതേക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. പുരുഷനും സ്ത്രീയും മനുഷ്യത്വം എന്ന ഒരേ പ്രകൃതിയും അന്തസ്സുമുള്ളവരാണെന്ന സൂചന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ വരന്റെ കുടുംബത്തിലേക്ക് വധുവിനെ സ്വീകരിക്കുന്ന ഒരു പ്രതീകമാണ് അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മറ്റൊരു അർത്ഥം കൂടി ഉണ്ടാകാം. അസ്ഥി ശക്തിയെയും മാംസം ബലഹീനതയെയും സൂചിപ്പിക്കാം. പുരുഷന്റെ ശക്തിയും ബലഹീനതയും സ്ത്രീയാണ്, സ്ത്രീയുടെ ശക്തിയും ബലഹീനതയും പുരുഷനാണ്. അങ്ങനെ അർത്ഥമുണ്ടാകാം. നരനിൽ നടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും സ്ത്രീയെ. ഇതും ഒരു കവിതാശകലമാണ്. ഹെബ്രായ ഭാഷയിലെ ഈഷ് എന്ന് പറഞ്ഞാൽ നരൻ, ഈഷ് പുരുഷൻ. ഈഷ എന്ന് പറഞ്ഞാൽ സ്ത്രീ, നാരി. ആക്ഷരികമായി ഈ വാക്കിന്, ഈഷ എന്ന വാക്കിന് ശൃംഗാരൻ എന്നാണ് അർത്ഥം. ശൃംഗാരൻ. നാരി, ഈഷ എന്ന വാക്കിന് ശൃംഗാരി, ശൃംഗരിക്കുക എന്ന് പറയില്ലോ, ശൃംഗരിക്കുക എന്ന വാക്കിന്റെ ശൃംഗാരൻ, ശൃംഗാരി. അല്ലെങ്കിൽ മൃദുല ഭാഷകൻ, സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവൻ, മൃദുല ഭാഷി, പേലവൻ, പേലവ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പല വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷെ ഇതേ വാക്കുകൾ തന്നെ ഹെബ്രായ ഭാഷയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ
ഭർത്താവിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് ഭാര്യ എന്ന് വിളിക്കപ്പെടുമെന്നും തർജ്ജമ ചെയ്യാം. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് തർജ്ജമ ചെയ്യപ്പെടാം. ശൃംഗാരൻ എന്നവനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് ശൃംഗാരി എന്ന് തർജ്ജമ ചെയ്യപ്പെടാം. ഇല്ലേ? അങ്ങനെ പലതരത്തിൽ തർജ്ജമ ചെയ്യാവുന്ന ഒരു കവിതാശകലമാണ് ഈ നരനിൽ എടുക്കപ്പെട്ടത് നാരി എന്ന് പറയുന്നത്. പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ടവൾ പുരുഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിന് വിവാഹം എന്ന് വിളിക്കാം. അപ്പോൾ ആ പുരുഷൻ ഭർത്താവും സ്ത്രീ ഭാര്യയുമായി അവർ ഒറ്റ മാംസമായി തീരുന്നു. ആ ഒറ്റ മാംസത്തിൽ നിന്ന് പുതിയ ജീവൻ ഉത്ഭവിക്കുന്നു. ഇതിനെയാണ് വിവാഹം ബൈബിളിലെ സങ്കല്പം. അപ്പൊ ഇത് കുറച്ചുകൂടി നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോന്നിനെ കുറിച്ചും കുറെ കൂടി വിശദീകരിച്ച് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഏറ്റവും ചുരുക്കി പറയുന്നത്. നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതിന്റെ പൊരുളുകൾ, ഈ ധ്വനികളൊക്കെ കുറച്ചുകൂടി വെളിപ്പെട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി സഭയുടെ അതിരൂപതയാണ്. പിന്നെ എങ്ങനെയാണ് ഈ മുന്നേറ്റക്കാരുടെയും പിന്നെ വിമത വൈദ്യരുടെയും ജനിതക മാറ്റം സംഭവിച്ചത്? ഇപ്പൊ അവര് പറഞ്ഞു അവർ കൽദായവൽക്കരണത്തിനെതിരെ, ഞങ്ങൾ കൽദായരല്ല, ഞങ്ങൾ സുറിയാനിക്കാരല്ല എന്നാ പറയണേ. അവരായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അവർ പറയും ഞങ്ങൾ കൽദായവൽക്കരണത്തിന് എതിരാണെന്ന് അവർ പറയണേ. എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി സഭയുടെ അതിരൂപതയായിട്ടാണ് സ്ഥാപിച്ചതും മുന്നോട്ട് പോയതും. ഇപ്പോ ഇവർക്ക് ജനിതക മാറ്റം വന്ന് ഈ കൽദായ സുറിയാനി അല്ല ഞങ്ങളുടെ അമ്മ, ഈ കൽദായ സുറിയാനി അല്ല ഞങ്ങളുടെ അപ്പൻ, ഞങ്ങൾക്ക് വേറെ അപ്പനും അമ്മയുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, അവരുടെ തന്ത ആര്, അവരപ്പൻ ആര്, അവരമ്മ ആര്, ഇവർക്ക് ജനിതക മാറ്റം വന്നത് എങ്ങനെ? അതിനുള്ളൊരു ഉത്തരമാണ്, ആ ചോദ്യത്തിന് ഉത്തരമാണ് അന്ന്, അതായത് 1962 ജൂൺ 18 തീയതി സംയുക്ത സർക്കുലർ ഇറക്കിയല്ലോ. ആ സംയുക്ത സർക്കുലർ ഇറക്കിയതിനുള്ളിൽ തന്നെ ഇവർക്ക് ജനിതക മാറ്റം, അതായത് കൽദായ സുറിയാനി സഭയായിരുന്ന എറണാകുളം അങ്കമാലി എങ്ങനെയാണ് കൽദായ വിരുദ്ധരായിട്ട് മാറിയത്? അതിന് ഉത്തരം അന്നത്തെ 7 മെത്രാന്മാരും ഒപ്പിട്ട ആ സംയുക്ത ഇടയലേഖനത്തിൽ കിടപ്പുണ്ട്. ഞാനൊന്ന് വായിക്കാം. ബാക്കിയുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് 5ാമത്തെ പേജ് വരെയാണ്. 5 തൊട്ടുള്ള ഭാഗങ്ങൾ ഞാൻ 5 തൊട്ട് 7 വരെ പേജുകൾ വായിക്കുകയാണ്. ഞാനത് ശരിക്കും വായിച്ചു പോയിട്ട് അപൂർവം ചില സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്കൊരു വ്യാഖ്യാനം വേണ്ടൂ. അത് മാത്രം ഞാനൊന്ന് ആവർത്തിച്ച് പറയാം, അത്രയേ ഉള്ളൂ. പുനരുദ്ധരിക്കപ്പെട്ട നമ്മുടെ ആരാധനക്രമം, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷാക്രമം നടപ്പാകാൻ പോകുന്ന ഈ ശുഭാവസരത്തില് ഈ ആരാധനക്രമം സംബന്ധിച്ച ചില പൊതു തത്വങ്ങളും സവിശേഷതകളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പുതിയ ക്രമം അനുസരിച്ച് നമുക്ക് 3 തരം കുർബാനകളാണുള്ളത്. അതായത് 1 സാധാരണ കുർബാന, സിമ്പിൾ ഫോം; 2 ആഘോഷമായ കുർബാന, സോളം ഫോം; 3 റാസ, മോസ്റ്റ് സോളം ഫോം. ഇവയിൽ ആദ്യത്തേത്, അതായത് സാധാരണ കുർബാന മാത്രമാണ് ഇപ്പോൾ മലയാളത്തിൽ നടപ്പാക്കുന്നത്. 1962 ജൂൺ 18, ജൂലൈ 3 മുതലാണ് നടപ്പാക്കുന്നത്. പുതിയ ആരാധനക്രമം എല്ലാവരെയും അൾത്താരിലെ ദിവ്യബലിയോട് കൂടുതൽ സാർത്ഥകമായി അടുക്കുവാൻ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, മെത്രാന്മാരുടെ വിശ്വാസം. നമ്മുടെ ദിവ്യരക്ഷകൻ നമുക്ക് വേണ്ടി ഗാഗുൽത്തയിൽ അർപ്പിച്ച ആ ദിവ്യബലി തന്നെയാണല്ലോ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ കുർബാനയും. ഇത് നമ്മുടെ മുണ്ടാട ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരാളില്ലേ, മുണ്ടാട ദൈവശാസ്ത്രം. അതായത് നമ്മുടെ ദിവ്യരക്ഷകൻ ഇല്ലേ നമുക്ക് വേണ്ടി അർപ്പിച്ച കുർബാന എന്നാണ്. നമുക്ക് വേണ്ടി, അതിന് പകരം അങ്ങോട്ട് പഠിപ്പിക്കുന്നത്, അങ്ങോരെന്താ പഠിപ്പിക്കുന്നത്? ഈ ദിവ്യരക്ഷകൻ ആർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചെന്ന് പറയണേ? നമ്മളാണ് ദൈവം, നമ്മുടെ മുഖത്താണ് ദൈവം. അതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന കുർബാന എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കണേ. ഇല്ലേ? നമ്മുടെ മുഖത്താണ് ദൈവം, നമ്മളാണ് ദൈവം. അതായത് നിരീശ്വര പ്രസ്ഥാനമാണ് അങ്ങനെ പറഞ്ഞ് നടക്കണേ. ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ നമ്മളാണ് ദൈവം, നമുക്ക് വേറെ ദൈവം വേണ്ട, നമ്മുടെ മുഖത്താണ് ദൈവം. എന്നിട്ട് ഈ കർത്താവ് ഇല്ലേ നമുക്ക് വേണ്ടി അവൻ സ്വയം ബലിയായി എന്നുള്ളതാണ്. ഗാഗുൽത്തായിൽ അവൻ അർപ്പിച്ച ബലി എന്നത് അവൻ സ്വയം ബലിയായതാണ്. ആ ദിവ്യബലി തന്നെയാണ് ആൾക്കാരിൽ നടക്കുന്നത് പറയാൻ കാരണം ക്രിസ്തു തന്നെയാണ് ബലി അർപ്പിക്കുന്നത്, ക്രിസ്തു തന്നെയാണ്. അത് ആവർത്തിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. അത് ആവർത്തിക്കേണ്ട കാര്യമില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാഗുൽത്തായിലെ ദിവ്യരക്ഷകൻ സ്വയം അർപ്പിച്ച ബലി നമുക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത്. സ്വയം അർപ്പിച്ച, പിതാവിന് അർപ്പിച്ച ബലി, അത് ആ ക്രിസ്തു തന്നെയാണ് ആൾക്കാരിലും നിൽക്കുന്നതും അർപ്പിക്കുന്നതും എന്നതിനാൽ
ഗാഗുൽത്താലെ ബലി തന്നെയാണ്. അത് ആവർത്തിക്കുകയല്ല, അതിൽ ആ ആഘോഷം നമ്മെ പങ്കെടുപ്പിക്കുകയാണ് കർത്താവ്. അന്ന് ചരിത്രത്തിൽ തന്ന സംഗതിയിൽ ഇപ്പോൾ കൗതാശികമായിട്ട് നമ്മെ പങ്കുചേർക്കുകയാണ് കർത്താവ് ചെയ്യണേ. അപ്പോൾ ഈ മുണ്ടാട ദൈവശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് ഈ അന്നത്തെ സംയുക്ത സർക്കിളിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദിവ്യരക്ഷകൻ ദൈവപിതാവിന് സ്വയം ബലിയർപ്പിച്ചു, അത് നമുക്ക് വേണ്ടിയുള്ള ബലിയാണ്. അതാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് പരമമായ ദൈവാരാധനയുടെയും ഉപകാരസ്മരണയുടെയും പാവപരിഹാരത്തിന്റെയും പ്രാർത്ഥനയുടെയും സംയുക്തായ സമർപ്പണ കർമ്മമാണ്. അതിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും ഈ യാഥാർത്ഥ്യത്തെ വ്യക്തമായി മനസ്സിലാക്കി സജീവമായും ഭക്തിയോടുകൂടിയും അതിൽ പങ്കുകൊള്ളണം. നിത്യപുരോഹിതനായ മിശിഹായോടും അവിടുത്തെ പ്രതിപുരുഷനായ വൈദികനോടും ഒന്ന് ചേർന്നുകൊണ്ട് നിത്യപുരോഹിതനായ മിശിഹ പിതാവിനോട് പറയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ഗാഗുൽത്താലെ ബലി എന്ന് പറയുന്നത്. ആ ബലിയാണ് പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർത്താവ് കിടക്കുന്നത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, അങ്ങയുടെ കാര്യങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ പിതാവിനെ അഭിസംബോധന ചെയ്ത് നിത്യപുരോഹിതനായ മിശിഹ ബലി അർപ്പിച്ചു. ആ ബലി ഇല്ലേ, അവനോട് ചേർന്ന് അവിടുത്തെ പ്രതിപുരുഷനായ വൈദികനോട് ഒന്ന് ചേർന്ന് സംബന്ധിക്കുകയാണ് നമ്മൾ. അതിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും സ്വയം ബലിയർപ്പിക്കുക കൂടിയാണ്. നമ്മുടെ ബലി കൂടി കൊടുക്കുകയാണ് അവന്റെ ബലിയോടൊപ്പം. നമ്മുടെ അനുസരണം അവന്റെ അലംഘനീയമായ അനുസരണത്തോടെ എല്ലാം തികഞ്ഞ അനുസരണത്തോടെ ചേർത്ത് വെക്കുമ്പോൾ അപ്പോൾ അവന്റെ ബലിയുടെ ഗുണം നമുക്ക് കിട്ടുകയാണ്. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ അവബോധം ഓരോരുത്തരിലും എത്ര കൂടുതൽ സജീവമായി തീരുന്നുവോ അത്രയ്ക്ക് ദിവ്യബലിയിൽ ഉപരി ഫലപ്രദമായി പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുർബാനക്രമം മലയാള ഭാഷയിൽ നടത്തുന്നതിന് പരിചിത സിംഹാസനം നമുക്ക് കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ള ഈ അവസരം അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തി ഈ ഒരു ദിവ്യ കൂദാശ ജീവിതം നമ്മിൽ ഫലപ്രദമാകുന്നതിന് ശുഷ്കാന്തിയായി പരിശ്രമിക്കാം. ഈ ക്രമം നടപ്പിലാക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട വികാരിമാർ ദിവ്യബലിയെപ്പറ്റിയും ദിവ്യ കൂദാശ ജീവിതത്തെപ്പറ്റിയും നമ്മുടെ ജനങ്ങൾക്ക് വിശദമായ അറിവ് നൽകുന്നതിനും അതിൽ ഫലവത്തായി സഹകരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ശ്രദ്ധിക്കണമെന്ന് അവർ പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത്. ഈ സംയുക്ത ഇടയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട വികാരിമാര് എന്താണ് വിശുദ്ധ കുർബാന, എന്താണ് ദിവ്യബലി, എന്താണ് ദിവ്യ കൂദാശ ജീവിതം, ഇതേക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ അറിവ് നൽകണം. അതിൽ ഫലവത്തായി സഹകരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? ഈ കാര്യമാണ് ചെയ്തു കൊടുക്കാതിരുന്നത്. അതായത് ജനങ്ങളെ നമ്മുടെ കൽദായ സുറിയാനി സഭയാണ് നമ്മുടേതെന്നും നമ്മുടെ റീത്ത് എന്ന് പറഞ്ഞാൽ കൽദായ സുറിയാനി റീത്താണെന്നും നമ്മൾ സുറിയാനിൽ ചൊല്ലിക്കൊണ്ടിരുന്ന സംഗതി തന്നെയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നതെന്നും ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിന് പകരം പാറക്കാട്ടിൽ പിതാവ് തന്നെ ഇങ്ങനെ എഴുതിയെങ്കിലും കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ തലതിരിഞ്ഞു. പാറക്കാട്ടിൽ പിതാവ് തന്നെ തലതിരിഞ്ഞു. അപ്പൊ കൂടെ തന്നെ വൈദികരും കൂടെയുള്ള മക്കളും തലതിരിഞ്ഞു. ഇപ്പൊ കുറെ പേര് എറണാകുളത്ത് സത്യവിശ്വാസികൾ ഇല്ലേ തിരിച്ചറിവ് വന്ന് അവരിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? അപ്പൊ ഈ പാറേക്കട്ടിൽ പിതാവും കൂടെയുള്ള കുറെ വൈദികരും ഈ കൽദായ സുറിയാനി സഭയാണ് സീറോ മലബാർ സഭ എന്ന് പറയുകയും നമ്മുടേത് കൽദായ സുറിയാനി റീത്താണെന്ന് എഴുതി അറിയിക്കുകയും ചെയ്തിട്ട് അത് ജനങ്ങളെ അറിയിച്ചില്ല, വൈദികരെ തന്നെ വഴിതെറ്റിച്ചു. വൈദികരെ വഴിതെറ്റിപ്പോയപ്പോൾ ജനങ്ങളും വഴിതെറ്റിപ്പോകാൻ ഇടയായി. അത് ആ തിരിച്ചു നടക്കൽ സംഭവിച്ചത് ഇപ്പൊ അടുത്ത കാലത്താണ്. വാസ്തവം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ 2021 ഈ പുതിയ കുർബാനക്രമം വന്നതിന് ശേഷമാണ് വലിയൊരു ശതമാനം അൽമായര് ഇതിന് ചരിത്രമെല്ലാം മറിഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നത്. അവരുടെ കുറ്റം കൊണ്ടല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഴുവൻ. അതിന് കാരണം ജനങ്ങൾക്ക് വികാരിയമാര് ഈ കുർബാനയെക്കുറിച്ച് അറിവ് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ട് അതിന് കടകവിരുദ്ധമായി പാറേക്കട്ടിൽ പിതാവും പിന്നെ കൂട്ടത്തില് മറ്റു വൈദികരും അങ്ങനെ പോയി. അത് അന്നത്തെ വൈദികർക്ക് ഇതൊന്നും അന്ന് അദ്ദേഹം ഈ സീറോ മലബാർ സഭയുടെ തലവനെ പോലെ അഭിനയിച്ചിരുന്നത് കൊണ്ട് അതാണ് ശരിയെന്നൊക്കെ നമ്മൾക്ക് തെറ്റിദ്ധരിച്ചു പോയി. ഇത് ഞാൻ വളരെ വിശദമായിട്ട് 2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വത്തിക്കാനെ കബളിപ്പിച്ചാണ് പാറേക്കട്ടിൽ പിതാവ് ഈ ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിൽ നടപ്പാക്കിയത് എന്ന കാര്യം. അത് തിരിച്ചറിഞ്ഞ തലശ്ശേരി പിതാവ് തിരുത്തിയത് 1965 തിരുത്തിയത്, തൃശൂർ ജോർജ് ആലപ്പാട്ട് പിതാവ് 1967 തിരുത്തിയതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ലിറ്റർജി പ്രതിസന്ധി എന്ന പുസ്തകത്തിനകത്ത് ഇതിന്റെ രേഖകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. ഇതിന്റെ കൂട്ടത്തിൽ പറയാണ്, മെത്രമാര് പറയാണ്, ഈ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുർബാന പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട്. അവയിലെ പ്രാർത്ഥനകളും ഗാനങ്ങളും പഠിച്ച് വിശ്വാസികൾ കൂട്ടമായി വൈദികരോടും ശുശ്രൂഷകളും ഒന്നിച്ച് കുർബാനയിൽ ഉറക്കെ ചൊല്ലുകയും പാടുകയും വേണം. അതിനുവേണ്ട പരിശീലനം
ഓരോ ഇടവകയിൽ നൽകപ്പെടുന്നതിന് ബഹുമാനപ്പെട്ട വികാരിമാർ ഏർപ്പാട് ചെയ്യേണ്ടതാണ്. ഈ ഏർപ്പാട് ചെയ്തില്ല. അതുകൊണ്ടാണ് കൽദായ സുറിയാനിക്കാരായ എറണാകുളംകാര് ഇപ്പൊ കൽദായ വിരുദ്ധരൊക്കെ മാറിയത്. ഇനി വീണ്ടും സംയുക്ത ഇടയലേഖനത്തിലെ വാക്കുകൾ. കൽദായ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള, നോക്കുക, ശൈശു, മുന്നേറ്റക്കാരെ, വിമത വൈദികരെ കേൾക്കൂ, നിങ്ങളുടെ പാറക്കട്ടിൽ പിതാവ് എഴുതിയതാണ്. കൽദായ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള ദിവ്യബലിയിൽ, അതായത് സീറോ മലബാർ സഭയുടെ കൽദായ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള ദിവ്യബലിയിൽ പ്രധാനമായി 3 ഭാഗങ്ങളാണുള്ളത്. പ്രാരംഭ ഭാഗം പ്രീ അനാഫറൽ, കൂദാശ ഭാഗം അനാഫറൽ, സമാപന ഭാഗം പോസ്റ്റ് അനാഫറൽ. പ്രാരംഭ ഭാഗത്തെ വേദാർത്ഥികളുടെ കാറ്റക്യുമെൻസ് കുർബാന എന്നും പറയാറുണ്ട്. ഇപ്പൊ നമ്മള് വചന ശുശ്രൂഷ, അനാഫറ, പിന്നെ സമാപന ഭാഗം, അങ്ങനെയാണ് പറയണേ. അന്ന് പറഞ്ഞിരുന്നത് പ്രാരംഭ ഭാഗം പ്രീ അനാഫറൽ, കൂദാശ ഭാഗം അനാഫറൽ, സമാപന ഭാഗം പോസ്റ്റ് അനാഫറൽ എന്നാണ്. ആദ്യത്തെ ഭാഗത്തെ വേദാർത്ഥികളുടെ കാറ്റക്യുമെൻസിന്റെ കുർബാന എന്ന് പറയും. വചന ശുശ്രൂഷ, അത് മറ്റ് മതസ്ഥർക്കൊക്കെ പങ്കെടുക്കാൻ, ക്രിസ്ത്യാനികൾ ആകാൻ ആഗ്രഹിച്ചിട്ട് വരുന്നവർക്കും പങ്കെടുക്കാൻ പാകത്തിലായിരുന്നു പണ്ടൊക്കെ തയ്യാറാക്കിയിരുന്നത്. ഇനി പുനരുദ്ധരിക്കപ്പെട്ട കുർബാനയ്ക്ക് നാം ഉപയോഗിച്ചു പോരുന്ന കുർബാന ക്രമത്തിൽ നിന്ന് വലിയ വ്യത്യാസം കാണാനുണ്ടാവുകയില്ല. ഇത് 10 പ്രാവശ്യം കേൾക്കണം കേട്ടോ. പുനരുദ്ധരിക്കപ്പെട്ട കുർബാനയ്ക്ക് നാം ഉപയോഗിച്ചു പോരുന്ന കുർബാന ക്രമത്തിൽ നിന്ന് വലിയ വ്യത്യാസം കാണാനുണ്ടാവുകയില്ല. കാരണം എന്താ? മുഴുവൻ ദൈവോന്മുഖമായിരുന്നു സുറിയാനി കുർബാന. 1962 ഇത് പുനരുദ്ധരിക്കപ്പെട്ടപ്പോഴും മലയാളത്തിലാക്കിയപ്പോഴും പൂർണ്ണ ദൈവോന്മുഖമായിരുന്നു. അതുകൊണ്ട് സുറിയാനി അറിയുന്നവർക്കും മലയാളം അറിയുന്നവർക്കും ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. കാരണം സുറിയാനിലായിരുന്നു മലയാളത്തിലാക്കിയതേ ഉള്ളൂ. കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷെ റീത്തുകളുടെ സാങ്കേതിക മൂലതത്വങ്ങൾ അനുസരിച്ച് ഇതിൽ ഇടക്കാലത്ത് വന്നു ചേർന്നിട്ടുള്ള വ്യതിയാനങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. വ്യതിയാനങ്ങൾ സംഭവിച്ചു. അത് ലത്തീനീകരണം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. ഏതാനും പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളെയും സ്ഥാനങ്ങൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ നടപ്പിലിരിക്കുന്ന റാസയുടെ ക്രമത്തോടാണ് പുതിയ കുർബാനയ്ക്ക് കൂടുതൽ സാമ്യം കാണുക. കാരണം റാസയിൽ ഇടക്കാലത്ത് വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല. ലത്തീൻ റീത്തിൽ നിന്ന് പകർത്തപ്പെട്ട പ്രാർത്ഥനകളും കർമ്മങ്ങളും പുതിയ ക്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. ലത്തീൻ റീത്തിൽ നിന്ന് പകർത്തപ്പെട്ട പ്രാർത്ഥനകളും കർമ്മങ്ങളും പുതിയ ക്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. കാരണം എന്താ? അത് നമ്മുടെ കൽദായ സുറിയാനി റീത്തിന്റെ ഭാഗമല്ല. ഈ റീത്തുകളുടെ സാങ്കേതിക മൂലതത്വം അനുസരിച്ച് അത് ചേർക്കാനും പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചതൊക്കെയാണ് ഇപ്പൊ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഈ കൽദായ വിരുദ്ധരെന്നും പറഞ്ഞിട്ട് ഈ എറണാകുളത്ത് നടക്കുന്നത്. മനസ്സിലായ? ഒറ്റ മുട്ടുകുത്തികൾ ആചാരങ്ങളും മറ്റും പുതിയ കുർബാനയിൽ കാണുകയില്ല. തിരുവസ്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട്. പക്ഷേ സൗകര്യത്തെ ഉദ്ദേശിച്ച് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന തിരുവസ്ത്രങ്ങൾ തുടർന്ന് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. 62 കാര്യം പറയണ കേട്ടോ. പുതിയവ ഉണ്ടാക്കുമ്പോൾ പുതിയ ക്രമമനുസരിച്ച് ഉണ്ടാക്കണം. ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇപ്പോഴും ഈ 1959 മാർ തോമസ് ലീവയുള്ള കാപ്പിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എഴുതി തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 1962. എന്നിട്ട് ഇപ്പോഴും മാറ്റിയിട്ടുണ്ടോ? ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും എറണാകുളവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. 59 നൽകി, 62 നൽകി, എന്നിട്ട് പുതിയ കാപ്പിയൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എന്നിട്ടും പഴയത് തന്നെ കൊണ്ടു നടക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇതൊക്കെ ചരിത്രം ഇതൊക്കെയാണെങ്കിലും ഇതൊന്നും അറിയാൻ താല്പര്യമില്ല. മെത്രാന്മാർക്കും താല്പര്യമില്ല, മിക്ക വൈദികർക്കും താല്പര്യമില്ല. ഇങ്ങനെയുണ്ട് പോകട്ടെ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ദൈവശാസ്ത്രത്തോടോ നമ്മുടെ സഭയോടോ നമ്മുടെ സഭയുടെ ചരിത്രത്തോടോ വിചിത്ര പാരമ്പര്യങ്ങളോടോ കൂറില്ലാത്ത ഒരു തലമുറയാണ് നമുക്ക് മെത്രാന്മാരായിട്ടും വൈദികരായിട്ടും വന്നത്. അതുകൊണ്ട് തന്നെ ദൈവജനവും അറിവില്ലാതെ കിടന്നുപോയി. ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഇപ്പം നമുക്ക് തിരിച്ചറിവ് വരുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നടന്നേ പറ്റൂ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സാവധാനത്തിൽ എല്ലാവർക്കും പരിചയമായി തീരുന്നതാണ്. ഏത് മാറ്റങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ്. സാവധാനത്തിൽ എല്ലാവർക്കും പരിചയമായി തീരുന്നതാണ്. പുതിയ ക്രമത്തിൽ പ്രാർത്ഥനകളും വായനകളും മുഖ്യമായും മലയാളത്തിലായതുകൊണ്ട് ജനങ്ങൾക്ക് അവിടെ അർത്ഥം മനസ്സിലാക്കി ദിവ്യബലിയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരമായിരിക്കുന്നത്. നമ്മുടെ ആരാധനക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിവർത്തന ഘട്ടമാണ് നാം തരണം ചെയ്യുന്നത്. നമ്മുടെ റീത്തിന്റെ പഴയ ക്രമങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും കാലോചിതമായ പരിഷ്കാരങ്ങൾ അവയിൽ ഏർപ്പെടുത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതം ചൈതന്യപൂർണ്ണമാക്കുന്നതിനും വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഒത്താശകളും പരിശുദ്ധ സിംഹാസനം കരുണാപൂർവ്വം അനുവദിച്ച് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ റീത്തിനെ പറ്റിയും ആരാധനക്രമങ്ങളെ സംബന്ധിച്ചും സഭാമാതാവിന്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ദിവ്യ കൂദാശ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. റീത്ത് സംബന്ധിച്ച പരിഷ്കാരങ്ങളെല്ലാം ഒന്നിച്ച് നടപ്പാക്കുവാൻ സാധ്യമല്ല. അത് അഭിലഷണീയവുമായിരിക്കില്ല. ശിശു സഹജമായ സ്നേഹത്തോടും നിഷ്കൃഷ്ടമായ അനുസരണത്തോടും കൂടി അവയിൽ നമുക്ക് പുരോഗമിക്കാം. അതൊന്നുകൂടി കേട്ടോളൂ. ശിശു സഹജമായ സ്നേഹത്തോടും നിഷ്കൃഷ്ടമായ അനുസരണത്തോടും കൂടി
അവയിൽ നമുക്ക് പുരോഗമിക്കാം. ഇങ്ങനെ പാറക്കാട്ടി പിതാവ് എഴുതിയെങ്കിലും അദ്ദേഹം തന്നെ അനുസരണക്കേട് കാണിച്ചു. ഇപ്പോ അനുസരണക്കേട് തന്നെ മൂർധന്യത്തിലെത്തി. നിഷ്കൃഷ്ടമായ അനുസരണത്തോടു കൂടി സഭയെ അനുസരിച്ച് പോകണമെന്ന് പാറക്കാട്ടി പിതാവും മറ്റു മെത്രാന്മാരും സംയുക്ത ഇടയലേഖനത്തിൽ എഴുതിയിട്ടും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പാറക്കാട്ടി പിതാവ് തന്നെ അനുസരണക്കേട് കാണിച്ചു. പിന്നാലെ അദ്ദേഹത്തിന് കൂടെയുള്ള വൈദികരും ജനങ്ങളും. ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ അന്ന് തൊട്ട് തുടങ്ങിയ അനുസരണക്കേടിന്റെ ജൂബിലിയാണ് ഇപ്പൊ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ധിക്കാരത്തിന്റെ ജൂബിലി. ഇതുകൊണ്ടാണ് അവരുടെ ഹൃദയം കഠിനമായി പോയി. അവർക്ക് തിരിയാൻ പറ്റാത്തതിന് കാരണം, ദൈവത്തിലേക്ക് തിരിയാൻ പറ്റാത്തതിന് കാരണം ഈ ശിശുസഹജമായ സ്നേഹമോ നിഷ്കൃഷ്ടമായ അനുസരണമോ അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ വേണമെന്ന് സംയുക്ത ഇടയലേഖനത്തിൽ പാറക്കാട്ടി പിതാവ് എഴുതിയെങ്കിലും അദ്ദേഹം തന്നെ ധിക്കാരം കാണിച്ചു. വത്തിക്കാനെ ധിക്കരിച്ചു. അതിന് അദ്ദേഹത്തെ ശിക്ഷിച്ചു, പുറത്താക്കി, രാജിവെപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടായില്ല. കാരണം ജനങ്ങൾ മുഴുവൻ, അതായത് പ്രത്യേകിച്ച് വൈദികർ മുഴുവൻ ഈ ധിക്കാരമാണ് ശരിയെന്ന് വിചാരിച്ച് നടന്നു. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു. അത് തിരുത്താനായുള്ള ചങ്കുറപ്പുള്ള ഒരു നേതൃത്വം നമ്മുടെ സഭയ്ക്ക് ഇല്ലാതെ പോയി. മാത്രമല്ല, ഈ മുന്നേറ്റക്കാരൻ പറഞ്ഞ നുണയാണ് സത്യമെന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള ഒരു നേതൃത്വമാണ് ഇപ്പൊ നമുക്ക് സീറോ മലബാർ സഭയ്ക്കുള്ളത്. അത് നമ്മുടെ ഒരു ദുരന്തമാണ്. നമുക്കത് പരിഹരിക്കപ്പെടാൻ കർത്താവിനോട് മുട്ടിപ്പാറ്റി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. രാജനുണയൻ, കിങ് ലയർ, ഷൈഷു. അയാള് ഷൈഷു നുണയനും നുണയുടെ അപ്പനും അത്രേ. ഇന്നലെ മുന്നേറ്റ നേതാവ് കല്യാണ സംഗമം എന്ന പേരിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 10-30 പേര് നിൽക്കുന്ന, കുറച്ച് പേര് ഇരിക്കുന്ന, കുറച്ച് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കല്യാണ സംഗമം എന്ന തലക്കെട്ടിൽ ഉദയംപേരൂർ പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയതാണ്. അൽമായ മുന്നേറ്റം സംഗമം നടത്തിയതുപോലെയായി. എത്ര ആവേശത്തോടെയാണ് അവർ എല്ലാവരെയും കൂട്ടി ഫോട്ടോ എടുത്തത്. എല്ലാ പള്ളികളിലും ഇതാണ് അവസ്ഥ. അൽമായ മുന്നേറ്റത്തിന്റെ ശക്തിയും ഇതാണ്. ഓരോ ഇടവകയിലെയും പ്രധാനപ്പെട്ട വിശ്വാസികളുടെ കൂട്ടം അൽമായ മുന്നേറ്റത്തിന് ഒപ്പമാണ്. ഉദയംപേരൂർ സൂനോദസ് പള്ളിയിലെ വിശ്വാസികൾക്ക് പള്ളി അടപ്പിച്ചവരോടുള്ള അമർഷവും പ്രതിഷേധവും അത്രമേൽ ശക്തമാണ്. ഊരക്കടൻ എന്ന വൈദികനെ ഇനി ദൈവജനം അംഗീകരിക്കില്ല. ഈ അതിരൂപതയിലെ കൽദായ പള്ളികളിൽ മാത്രമാകും അദ്ദേഹത്തിന് ഇരിക്കാനാകുക. ഈ മുന്നേറ്റ നേതാവ് ഷൈഷുവിന്റെ ഈ പ്രസ്താവത്തിലെ ഓരോ വാചകവും നുണയാണ്. ഓരോ വാചകവും, എല്ലാ വാക്യങ്ങളും നുണയാണ്. അതിൽ അതിശയം പറയാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, അയാൾ നുണയനും നുണയുടെ അപ്പനുമാണ്. അപ്പോ ജാത്യാലുള്ളത് തൂത്ത പോവില്ലല്ലോ. നുണയാണ്, നുണയനാണ്, നുണയുടെ അപ്പനാണ്. ഈ ഓരോ വാചകവും എടുത്തിട്ട് ഞാൻ പറയാം ഇത് നുണയാണെന്ന്. ഞാൻ തെളിയിക്കാം. 1, കല്യാണ സംഗമം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷെ മനസമ്മതമായിരുന്നു, കല്യാണമല്ല, മനസമ്മതം. ഏതാണ് കല്യാണം, ഏതാണ് മനസമ്മതം എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു കോന്തനാണ് ഈ മുന്നേറ്റ നേതാവ്. അപ്പോൾ അയാൾ അനുഗമിക്കുന്നവരുടെ വിവരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ മുന്നേറ്റ നേതാവ് പറയുന്നത് വിശ്വസിക്കുന്ന ഒരേ ഒരു ഗണം ഒരുപക്ഷെ നമ്മുടെ മെത്രാന്മാരായിരിക്കും. മറ്റാരും അയാളെ പറഞ്ഞ് വിശ്വസിക്കില്ല. കാരണം അയാൾക്ക് അതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ല. കല്യാണം ഏതാണ്, മനസ്സം ഏതാണെന്ന് തിരിച്ചറിയാത്ത ഒരാളോട് നമ്മൾ എന്തോന്നാ പറയണേ? ക്രിസ്ത്യാനിയാണോ അയാള്? ഈ കൽദായ വൽക്കരണം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ട് അതിനോടുള്ള എതിർപ്പ് കാരണം മനസ്സ് അന്ധത ബാധിച്ച ഒരു മനുഷ്യൻ. ഇനി ആരുടെയായിരുന്നു ഈ മനസ്സമ്മതം എന്നറിയോ? വളരെ കുപ്രസിദ്ധനായ ഒരാളുടെ മകളുടെയാണ്. നമ്മൾ ഉദയംപേരൂർ പള്ളിയിൽ കുറച്ച് മുന്നേറ്റക്കാർ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് മധുബകയിൽ കസേരട്ട് ഇരുത്തി കാപ്പി കുടിച്ചതൊക്കെ ഓർക്കുന്നില്ലേ? അങ്ങനെ മധുബകയിൽ കസേരട്ട് കാപ്പി കുടിക്കുന്ന പെണ്ണുങ്ങൾക്ക് താളം പിടിച്ചുകൊണ്ട് പോലീസുകാരുടെ ഇപ്പുറത്ത് ഒരാളിങ്ങനെ തുള്ളി ഇല്ലേ, എടുക്കട ഫോട്ടോ അത് പറഞ്ഞ് തുള്ളി നിൽക്കുന്നില്ലേ? പള്ളിയിൽ കുർബാന നടക്കുന്ന മുഴുവൻ നേരത്തും, പള്ളിയിൽ കുർബാന നടക്കുന്ന ഇല്ലേ ആ നേരത്ത് മുഴുവൻ ഇവൻ തുള്ളുകയാണ്.
തുള്ളുകയാണ്, ഫുൾ ടൈം തുള്ളുകയാണ്, കഞ്ചാവ് അടിച്ചത് പോലെ തുള്ളുകയാണ്. അപ്പുറത്ത് പോലീസുകാരൻ നിരന്ന് നിൽക്കുന്നു ഇവനങ്ങനെ കടക്കാതിരിക്കാൻ. പള്ളി നിറയെ ആളുണ്ട്. ഇവൻ കഞ്ചാവ് അടിച്ചു തുള്ളി സൂംബ ഡാൻസ് കളിക്കുന്നു. അയാളുടെ മകളുടെ മനസ്സമ്മതമായിരുന്നു ഈ ഇവിടെ നടന്നത്. അയാളുടെ ഈ സൂംബ ഡാൻസ് പോലത്തെ ഡാൻസ് പള്ളിയകത്ത് നടക്കുന്നത് വീഡിയോസ് മൊത്തം നമ്മൾ കണ്ടിട്ടുള്ള പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട്. അത് കാണാത്ത ഏക വിഭാഗം നമ്മുടെ മെത്രാന്മാരായിരിക്കും. അല്ലെങ്കിൽ അവർ നടപടി എടുക്കുമായിരുന്നല്ലോ. കുർബാന അവഹേളിച്ചവർക്കെതിരെ നടപടി എടുക്കുമായിരുന്നല്ലോ. അപ്പൊ ഇത് കാണാത്ത ഏക വ്യക്തികള് പണ്ട് TV വന്ന കാലത്ത് അച്ഛന്മാര് TV കാണരുത്, ക്രിസ്ത്യാനികൾ TV കാണരുതെന്നൊക്കെ ചില വൈദികർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നോക്കാൻ പാടില്ലെന്ന് ചിലപ്പോൾ മെത്രാന്മാർക്ക് വിലക്കുണ്ടാവും. അവർ വലിയ ആധ്യാത്മികത ഉള്ളവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോലെയുള്ള അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊന്നും നോക്കാൻ പാടില്ലെന്ന് ചിലപ്പോൾ അവർക്ക് വിലക്കുണ്ടാവുമായിരിക്കാം. ഏതായാലും ഇങ്ങനെ പരസ്യമായിട്ട് കുർബാന അവഗണിച്ചിട്ടും ഒരു നടപടി നമ്മുടെ മെത്രാന്മാർ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഏതായാലും ഇങ്ങനെ കുർബാനയ്ക്കിടയിൽ സൂംബ ഡാൻസ് കളിച്ച് പള്ളി പൂട്ടിച്ചവന്റെ മകളുടെ മനസ്സമ്മതാണ് ഈ നടന്നത്. 2, ഈ രാജനുണയൻ പറയുന്ന കാര്യം. ഉദയംപേരൂർ സൂനദോസ് പള്ളിയിലല്ല ഈ മനസ്സമ്മതായിരുന്നേ. ഉദയംപേരൂർ സൂനദോസ് പള്ളിയിലല്ല. അയാൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ രാജനുണയൻ ഷൈഷു എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. പള്ളിയുടെ തൊട്ടടുത്തുള്ള കണ്ടനാട് ഉണ്ണിമിശിക്ക പള്ളിയിൽ വെച്ചാണ് ഈ മനസ്സമ്മതം നടന്നത്. ഉദയംപേർ സൂനദോസ് പള്ളിയിൽ വെച്ചിട്ടല്ല, അതിനടുത്തുള്ള കണ്ടനാട് ഉണ്ണിമിശിക്ക പള്ളിയിൽ വെച്ചിട്ടാണ്. അതിന് ഈ സൂംബ ഡാൻസുകാരൻ ഊരക്കണ്ണച്ചന്റെ ഈ ഉദയംപേർ സൂനദോസ് പള്ളിയിൽ വികാരിച്ചിന് ഊരക്കണ്ണച്ചന്റെ കത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സൂനദോസ് പള്ളിയിൽ വെച്ചല്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെ ഈ രാജനുണയൻ എന്തിനാണ് നുണ പ്രചരിപ്പിക്കുന്നത്? ഞാനൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നുണയിലാണ് ജനിച്ചത്, നുണയുടെ പിതാവാണ്, നുണയുടെ അപ്പനാണ്. അതുകൊണ്ട് അയാൾക്ക് നുണ പറയാനേ പറ്റൂ. പിന്നെ ഈ നുണ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് സീറോ മലബാർ കൽദായ സുറിയാനി സഭയിൽ ചില മെത്രാന്മാര്. അവരാണ് ഇയാളെ വിളിച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി രഹസ്യ ചർച്ചയൊക്കെ നടത്തി സമവായ മാർഗരാക്കി കൊണ്ടാക്കിയ ആളുകളുണ്ടല്ലോ. അവരിൽ കുറച്ച് പേര് ഈ രാജനുണയന്റെ നുണകളൊക്കെ വിച്ഛേദിക്കും. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ നുണ പിന്നെയും പ്രചരിപ്പിക്കുന്നത്. അവനെ വിച്ഛേദിക്കാൻ ഇങ്ങനെ കുറച്ച് മെത്രാന്മാരുണ്ട്. അതാണ് അവന്റെ ഒരു അഹങ്കാരം. ഈ ഉദയംപേരൂർ സൂനദോസ് പള്ളിക്ക് വിശാലമായൊരു ഹാളുണ്ട്, ആധുനിക സംവിധാനങ്ങളുടെ ഹാള്. അവിടെ വെച്ച് ഈ മനസ്സമ്മതം നടത്താനായിരുന്നു ആദ്യ പദ്ധതി. പക്ഷേ പ്രശ്നമുണ്ടാകുന്നത് പേടിച്ചിട്ടാണ്. അതായത് ഞാൻ കുറച്ച് പറയാം. ഈ ഉദയംപേരൂർ പള്ളിയിലെ ആളുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. അവിടെ പ്രശ്നമുണ്ടാകുന്നത് പേടിച്ചിട്ടാണ് ഈ കണ്ടനാട്ടേക്ക് മാറ്റിയത്. തങ്ങളുടെ കർത്താവിനെ അവഹേളിച്ചവനെ സത്യവിശ്വാസികൾ കൈവെപ്പ് ശുശ്രൂഷ നടത്തി പരുവമാക്കിയേനെ എന്ന പേടി ഈ സൂംബ ഡാൻസുകാരനുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ രാജനുണയൻ പറയുന്നത് എല്ലാ ഇടവകകളിലും മുന്നേറ്റക്കാർക്കാണ് പിന്തുണ. പിന്നെ ഈ കുറച്ച് കാശ് കൊടുത്ത് കൊണ്ടുവന്ന് കാശ് തട്ടിച്ചു കൊണ്ടുപോയി പള്ളിയുടെ പണം എടുത്ത് തീറ്റ കൊടുക്കുന്ന കുറച്ച് പേര് വരും. ഞാൻ പറഞ്ഞില്ല, 96% വിശ്വാസികളും സഭയുടെ കൂടെയാണ്. പക്ഷേ അവർക്ക് നേതൃത്വം കൊടുക്കാൻ അച്ഛന്മാരും ഇല്ല, നേതൃത്വം കൊടുക്കാൻ മെത്രാന്മാരും ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും അവര്? പിന്നെ അവർക്ക് ഗുണ്ടായുസ് അറിയില്ല. മുന്നേറ്റക്കാർക്കാണെങ്കിൽ ഗുണ്ടായുസത്തിന്റെയും പെണ്ണുങ്ങളെ ഈ ബന്ദികളാക്കി നിർത്തുന്ന പരിപാടികളാണ് അവർക്ക് അറിയുക. അപ്പോ ഈ ക്രിസ്ത്യാനികൾക്ക് ചേരാത്ത ഈ സമരരീതികളൊക്കെ അവലംബിക്കുന്ന മുന്നേറ്റക്കാരുടെ കൂടെ കുറച്ച് ഭീഷണിപ്പെടുത്തി കുറച്ച് ആളുകളുണ്ട്, അല്ലെങ്കിൽ തീറ്റ കൊടുത്ത കുറച്ച് ആളുകളുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ സത്യവിശ്വാസികളും മുന്നേറ്റക്കാരുടെ കൂടെയാണെന്നൊക്കെ വീമ്പിളക്കുന്നത് വലിയ കടന്ന കൈയായി പോയി. ഈ ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് വിവാഹമോ മനസ്സമ്മതം നടത്താമെന്ന് കൂരി അറിയിച്ചിട്ടുണ്ട് ഇല്ലേ? കുർബാന പറ്റില്ലെങ്കിലും വിവാഹമോ മനസ്സമ്മതം നടത്താനൊന്നും കൂരിയ ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവിടെ വെച്ച് ഇത് മനസ്സമ്മതം നടത്താൻ ധൈര്യമുണ്ടായോ? ഈ പറഞ്ഞ പള്ളി എല്ലാ വിശ്വാസികളും മുന്നേറ്റക്കാരുടെ കൂടെയാണ് എന്ന രാജനുണയന്റെ വാക്ക് കേട്ടാൽ പോലും എന്തുകൊണ്ട് സൂനദോസ് പള്ളിയിൽ നടത്തിയില്ല? വിവാഹമോ മനസ്സമ്മതം നടത്തുന്ന ഒരു വിരോധമില്ലെന്ന് കൂരിയ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ രാജനുണയന്റെ ഭൂലോക ഫ്രോഡിന്റെ ഒരു നുണ പോസ്റ്റാണ് ഈ സംഗതി. അൽമായ മുന്നേറ്റം സംഗമം നടത്തിയതുപോലെയായി. ഇതാണ് ഒരു 30 പേര് വീട്ടുകാരാണ് ഈ മനസ്സമ്മതത്തിനെന്ന വീട്ടുകാര്, ഈ സൂംബ ഡാൻസുകാരുടെയും അനുജന്റെയും വീട്ടുകാര്. അതിനെയാണ് അൽമായ മുന്നേറ്റം സംഗമം നടത്തിയതുപോലെയായി. എത്ര ആവേശത്തോടെയാണ് അവർ എല്ലാവരെയും കൂട്ടി ഫോട്ടോ എടുത്തത്,
എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ട് എത്ര പേരുണ്ട്? നിങ്ങൾ ആ ഫോട്ടോ കണ്ടോളൂ, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. എല്ലാവരെയും കൂട്ടിയിട്ട് 30 പേരാണ്. അപ്പൊ എത്ര ആവേശത്തോടെയാണ് ഈ അൽമായ മുന്നേറ്റ സംഗമം നടത്തിയത് പോലെയായി. ഒരു നിലയ്ക്ക് അയാൾ അറിയാതെ സത്യം പറഞ്ഞു പോയതാ, അബദ്ധവശ സത്യം പറഞ്ഞു പോയതാ. കാരണം ഈ മുന്നേറ്റക്കാര് പരിപാടി നടത്തുമ്പോഴൊക്കെ അങ്ങനെയാണ്. ഒരു 3200 പേര് കലൂര് സമ്മേളിച്ചപ്പോൾ 50,000 പേരെന്നാണ് പറഞ്ഞത്. പോലീസിന്റെ കണക്ക് ഞാൻ പറഞ്ഞത് 3200. 4000 കസേര വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ കുറെ കസേര ഫ്രീ ആയിരുന്നു. അപ്പൊ 3200 പോലീസിന്റെ കണക്ക്. ഇവര് പ്രചരിപ്പിച്ചതോ ഏക ന്യൂസിലൂടെ 50,000 പേര്. ഒരു 30 പേരുണ്ടായാൽ 3000 പേര്. ഇതാണ് ഇവരുടെ കണക്ക്. ഇവർക്ക് 2 പൂജ്യം 3 പൂജ്യമൊക്കെ കൂട്ടിയിട്ടിട്ടാണ് പരിപാടി. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇവര് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കണേ? ഈ 30 പേരുള്ളപ്പോൾ 300 പേരെന്നും എത്ര ആവേശത്തോടെ എല്ലാവരും കൂടി ഇതൊക്കെ പറയണേ. ഈ തലയിൽ അത്ര താമസമില്ലാത്ത കുറച്ച് പേരുണ്ട്, അവർ വിച്ഛേദിക്കും. പിന്നെ ചില മെത്രാന്മാരുണ്ട്, അവരും വിച്ഛേദിക്കും. മറ്റാരും വിച്ഛേദിക്കില്ല, അവർക്കത് മതി. ഈ തലയിൽ ആൾതാമസമില്ലാത്തവരും കുറച്ച് മെത്രാന്മാരോ അവർ വിച്ഛേദിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. ഉദയംപേർ പള്ളി വെച്ചാണ് മനസ്സമ്മതം എന്നാണ് ക്ഷണക്കത്തിൽ അച്ചടിച്ചത്. അത് അടുത്ത നുണ. ഉദയംപേർ സൂര്യദോസ് പള്ളിയിൽ വെച്ചാണ് മനസ്സമ്മതം അച്ചടിച്ചത്, അവിടെ അല്ലായിരുന്നു. പിന്നെ എന്തിനാണ് അങ്ങനെ അച്ചടിച്ചത്? മാത്രമല്ല 2 തരം ക്ഷണക്കത്ത് അച്ചടിച്ചു. ഒന്ന് സൂര്യദോസ് പള്ളിയിൽ വെച്ച ഉദയംപേർ സൂര്യദോസ് പള്ളിയിലാണെന്നും മറ്റത് വേണ്ടപ്പെട്ടവർക്ക് വേറെ ഒരു ക്ഷണക്കത്ത്. ഇങ്ങനെ ഇരട്ടത്താപ്പും നുണയുമായിട്ടാണ് അവരുടെ മകളുടെ മനസ്സമ്മതം നടത്തിയത്. ഒരു പരിശുദ്ധമായ കർമ്മത്തിലേക്ക് കൊച്ചിനെ കയറ്റിവിടാൻ വേണ്ടിയിട്ട് ചെയ്ത തട്ടിപ്പുകളുടെ കഥയെ ഞാൻ ഈ പറയണേ. ഞാൻ കേട്ടത് ഉദയംപേർ പള്ളിയിലെ പലരെയും വിളിക്കാൻ പറ്റിയില്ല. കാരണം അവർക്ക് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടിലൊക്കെ അവർ ആളിലെത്തപ്പോൾ കൊണ്ട് ക്ഷണക്കത്തിട്ട് പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അറിഞ്ഞുകൂടാ. ഇനി വീണ്ടും ഈ രാജനുണയന്റെ ഈ ശൈശു ഉണ്ടല്ലോ, അങ്ങോരുടെ രാജനുണയൻ ശൈശുവിന്റെ പോസ്റ്റിലൊരു വാചകം: ഉദയംപേരൂർ സൂര്യദോസ് പള്ളിയിലെ വിശ്വാസികൾക്ക് പള്ളി അടപ്പിച്ചവരോടുള്ള അമർഷവും പ്രതിഷേധവും അത്രമേൽ ശക്തമാണ്. അതൊരു നിലയ്ക്ക് സത്യമാണ്. പക്ഷെ ഇവൻ പറയുന്ന തരത്തിലല്ല. ഈ ഉദയംപേരൂർ സൂര്യദോസ് പള്ളി അടപ്പിച്ചത് ആരാ? അടപ്പിച്ചത് പാമ്പളാനി പിതാവാണ്. എങ്ങനെ? പുതിയ കൂരിയായി വിട്ട്. പുതിയ കൂരി ആ സമവായ മാർഗരേഖയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 10ാമത്തെ നമ്പർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ, അപ്പൊ ഞങ്ങൾ ഇടപെടാം, എന്നിട്ട് ഏകീകൃത കുർബാന നടക്കുന്നവർക്ക് ഇല്ലിസിറ്റ് കുർബാന ഞങ്ങൾ നടപ്പാക്കി തരാം. ഇത് പാമ്പളാനി പിതാവും തട്ടിൽ പിതാവും കൂടി ഉണ്ടാക്കിയ സമവായ മാർഗരേഖയിൽ ആവശ്യമില്ലാത്ത ഒരു വകുപ്പ് എഴുതി ചേർത്തു. ഇവർക്ക് വേണ്ടി, മുന്നേറ്റക്കാർക്ക് വേണ്ടിയും വിമത വൈദികർക്കും വേണ്ടി. ഈ അതുവരെ ഉദയംപേർ സൂര്യദോസ് പള്ളിയിലെ എല്ലാ ദിവസവും എല്ലാ കുർബാന ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരുന്നതാ ഈ സമവായ മാർഗരേഖ വരുന്നത് വരെ. അപ്പൊ പള്ളി അടപ്പിച്ചത് ആരാണ്? തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും പുതിയ കൂരിയായി ഉപയോഗിച്ചിട്ട്. അവരോടുള്ള അമർഷവും പ്രതിഷേധവും ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വ്യാഖ്യാനിക്കുന്നത് ഈ ഫോട്ടോ എടുക്കാൻ വന്ന 30 പേരുണ്ടല്ലോ, അവരെല്ലാം ഉദയംപേർ സൂര്യദോസ് പള്ളിയിലെ വിശ്വാസികൾക്ക് പള്ളി അടപ്പിച്ചുള്ള അമർഷവും പ്രതിഷേധവും എന്നാണ്. അവരാണ് അടപ്പിച്ചത്. ഈ പറഞ്ഞ ശൈശുവും കൂട്ടരും പുറത്തു വന്ന് പ്രേരിപ്പിച്ച് പെണ്ണുങ്ങളെ കടത്തിവിട്ട് മതബഹയിൽ ഇരുത്തി പ്രശ്നമുണ്ടാക്കി. അതിന് പാമ്പളാനി പിതാവിനും തട്ടിൽ പിതാവിനും സപ്പോർട്ട്, പുതിയ കൂരിയുടെ സൂത്രപ്പണികള്, ഇതെല്ലാം ചേർത്ത് അവരാണ് ഈ സൂര്യദോസ് പള്ളി അടപ്പിച്ചത്. അവരോടുള്ള അമർഷവും പ്രതിഷേധവും ഉണ്ട്. ആർക്കെന്നറിയോ? കർത്താവ് ഈശോ മിശിഹായ്ക്ക്. അത് അവര് അനുഭവിച്ചോളും. അത് അവരുടെ വീട്ടിലേക്ക് കർത്താവ് ചെയ്തോളും. കർത്താവിന്റെ കാലത്ത് കർത്താവ് പ്രതികാരം ചെയ്തോട്ടെ. ഈ ഉദയംപേർ സൂര്യദോസ് പള്ളി അടപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനും പുതിയ കൂരിയാക്കും ഈ അൽമായ മുന്നേറ്റക്കാർക്കുമുണ്ട്. അവരോട് കർത്താവ് എന്ത് ചെയ്യുമെന്നുള്ള കാര്യം കർത്താവ് തീരുമാനിക്കട്ടെ. നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ പള്ളി പൂട്ടിച്ചുള്ള അമർഷവും പ്രതിഷേധവും ഉണ്ട്. കർത്താവിനുണ്ട്, സത്യവിശ്വാസികൾക്കുണ്ട്. ഇവർ പറയുന്ന പോലെയല്ല. ഇവർ പറഞ്ഞുകൊണ്ട് ഇല്ലിസിറ്റ് കുർബാന വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പള്ളി അടപ്പിച്ചത്. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ പറഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇല്ലിസിറ്റ് കുർബാന നടപ്പാക്കാനുള്ള ശ്രമം. ഈ തട്ടിപ്പും വഞ്ചനയും കർത്താവ് പൊറുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, കർത്താവ് കാരുണ്യവാനാണ്, ഇത് പൊറുക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. അത് കർത്താവ് നിങ്ങളെ കാണിച്ചു തരട്ടെ. വീണ്ടും രാജനുണയൻ: ഊരക്കടൻ എന്ന വൈദികനെ ഇന്ന് ദൈവജനം അംഗീകരിക്കില്ല. ദൈവജനം എന്ന് പറയരുത്, മുന്നേറ്റക്കാർ അംഗീകരിക്കില്ല. ദൈവജനം അംഗീകരിക്കും. കാരണം ഊരക്കണ്ണച്ചൻ സഭയോടൊപ്പമാണ്. കൽദായ സുറിയാനി സഭ എന്ന സീറോ മലബാർ സഭയോടൊപ്പമാണ്. ദൈവജനം ഊരക്കണ്ണച്ചന്റെ ഒപ്പമാണ്. ഈ 450 കുടുംബങ്ങളിലായി 1500 മേലെ ആളുകളാണ് ഈ ഉദയംപേര് സൂര്യദോസ് പള്ളിയിലുള്ളത്. 450-ലേറെ കുടുംബങ്ങൾ, അങ്ങനെ ഒരു 1500 മേലെ ആളുകൾ.
അതിൽ ഈ ഫോട്ടോയിൽ കാണുന്ന 10-30 പേര്, പിന്നെ വേണമെങ്കിൽ കുറച്ച് പേരോട് ഫോട്ടോയിൽ ഇല്ലാത്തവർ കാണും. അത്രയും പേരാണ് ഈ മുന്നേറ്റക്കാരുടെ കൂടെയുള്ളത്. കൽദായ വിരുദ്ധരുണ്ടല്ലോ, അവരുടെ കൂടെയുള്ളത് 10-30ഓളം പേരാണ്. അവരാകട്ടെ ഭാര്യ ഭർത്താക്കന്മാര്, ഒരു മനസ്സമ്മതത്തിന് വരുമ്പോൾ ഭാര്യയും ഭർത്താവും കുടുംബക്കാരും. പിന്നെ ഈ സൂംബ ഡാൻസ് കളിച്ച ഒരുത്തരുണ്ടല്ലോ, അങ്ങോട്ട് മകളുടെ മനസ്സമ്മതമായിരുന്നല്ലോ, ആ സൂംബ ഡാൻസ് കണ്ട അനുജന്റെ വീട്ടുകാരാണ് കുറച്ച് പേര്. ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ, ഉദയംപേർ സൂനബസ് പള്ളിയിലെ ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ, ഈ 10-30 പേര് വേണമെങ്കിൽ ഒരു 20 പേരും കൂട്ടിക്കും, ഒരു 50 പേര് ഒഴിച്ച് 1500ഓളം പേരുള്ള അല്ലെങ്കിൽ അതിന് മേലെ ആളുകളുള്ള ഈ സൂനബോസ് പള്ളിയിലെ സകലമാന മനുഷ്യൻ ഊരക്കാടന്റെ കൂടെയാണ്. അതുകൊണ്ട് ഊരക്കാടൻ എന്ന വൈദികനെ ഇനി ദൈവജനം അംഗീകരിക്കില്ലെന്നല്ല, മുന്നേറ്റക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ദൈവജനം അംഗീകരിച്ചു കഴിഞ്ഞു, പണ്ടേ അംഗീകരിച്ചതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം, രാജനൂണയം പറയുന്നത്, ഈ അതിരൂപതയിലെ കൽദായ പള്ളികളിൽ മാത്രമാകും ഊരക്കാണത്തിന് ഇരിക്കാനാകുക. ഈ അതിരൂപതയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൽദായ പള്ളിയിൽ മാത്രമാകും ഊരക്കണച്ചിന് ഇരിക്കാനാകുക. ഒരു നിലയ്ക്കാനത്ത് സത്യമുണ്ട്. കാരണം എന്താ? എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി സഭയുടെ രൂപതയാണ്. കൽദായ പള്ളികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് കൽദായ സുറിയാനി സഭയുടെ പള്ളികളായതുകൊണ്ട് എല്ലാ പള്ളികളും കൽദായ സുറിയാനി പള്ളികളാണ്. അതുകൊണ്ട് ഊരക്കണച്ചിന് 7 പള്ളിയിലിരിക്കാം. ഇങ്ങോട്ട് പറയുന്നതാണ്, ഈ അതിരൂപതയിൽ കൽദായ പള്ളികളിൽ മാത്രമാകും ഊരക്കണച്ചിന് ഇരിക്കാനാകുക. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും കൽദായ സുറിയാനി പള്ളിയാണ്. അതുകൊണ്ട് ഊരക്കണച്ചിന് എല്ലാ പള്ളികളിലും ഇരിക്കാൻ പറ്റും. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും ചില കാര്യങ്ങളൊന്നും ആവർത്തിക്കാനുണ്ട്. സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കാൻ സംബന്ധിച്ച് 1962 ജൂൺ 18-ാം തീയതി വൈദിക മേലധ്യക്ഷന്മാരുടെ സംയുക്ത ഇടയലേഖനം, ആ ഇടയലേഖനം, അന്നത്തെ 7 മെത്രാന്മാരും ഒപ്പിട്ട ഇടയലേഖനം, അതിനകത്തുള്ള ഞാൻ വായിച്ചതാണ്, പക്ഷെ ഒരു വാചകം കൂടി ഞാൻ വായിക്കുകയാണ്. അതിൽ പാറേക്കട്ടിൽ പിതാവ് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത്. ഷൈഷു, ഇതൊന്ന് വായിച്ചേൻ. 1962 ജൂൺ 18-ാം തീയതി നിങ്ങൾ ആരാധന എന്ന് വിചാരിക്കുന്ന കർണൽ പാറേക്കാട്ടില് ആദ്യം ഒപ്പിട്ട് പ്രസിദ്ധപ്പെട്ട സംയുക്ത ഇടയലേഖനത്തിന്റെ വാചകാണ്: പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത്. കൽദായ റീത്താണ്, കൽദായ സുറിയാനി റീത്താണ് സീറോ മലബാർ സഭയിലുള്ളത്. അതിന്റെ ഒരു രൂപതയാണ് എറണാകുളം അങ്കമാലി. അപ്പോ കൽദായവൽക്കരണം എന്ന് പറഞ്ഞിട്ട് കൽദായ സഭ എതിർക്കുന്നവരെ ഒക്കെ പുറത്താക്കണം, ഷൈശുവിനും വിമതരെയും. കാരണം ഇത് കൽദായ സുറിയാനി സഭയുടെ രൂപതയാണ് എറണാകുളം അങ്കമാലി. അപ്പോ കൽദായ പള്ളികളാണെന്നും പറഞ്ഞ് ഇവര് കൽദായ സഭയ്ക്കെതിരെ നിൽക്കുന്നവരെ പുറത്താക്കൽ ചങ്കൂറ്റുള്ളവരെ മേജർ ആർച്ച് ബിഷപ്പ് ആക്കണം, അങ്ങനെയുള്ളവരെ മെത്രാന്മാരാക്കണം. നമ്മുടെ സഭയ്ക്കെതിരെ, കൽദായ സുറിയാനി സഭയ്ക്കെതിരെ ഇതുപോലെ പ്രവർത്തിക്കുന്നവരെ ഈ സഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മെത്രാന്മാരെയും പറ്റിക്ക് പുറത്താക്കണം. അല്ലാതെ നിങ്ങൾ വായിച്ചു നോക്കുക സംയുക്ത ഇടയലേഖനം 1962 ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രൂപതകളുടെ ഒക്കെ അന്നത്തെ മെത്രാന്മാർ ഒപ്പുവെച്ചിരിക്കുന്നതാണ്. പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത്. അതിന് പൗരത്യ സുറിയാനി റീത്തെന്നും മെസപ്പൊട്ടമിയൻ റീത്തെന്നും പേർഷ്യൻ റീത്തെന്നും വിളിക്കാറുണ്ട്. കൽദായ റീത്തിന് പ്രശസ്തമായ പല പ്രത്യേകതകളുണ്ട്. യെറൂസലേമിലെ ആദിമസഭ ഉപയോഗിച്ചിരുന്നത് സുറിയാനി ഭാഷയായിരുന്നത് കൊണ്ട് എബ്രായ പാരമ്പര്യങ്ങളോടും വേദഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് ഈ കൽദായ സുറിയാനി സഭയുടെ റീത്തിനുള്ളത്, ആരാധനക്രമത്തിനുള്ളത്. കൂടാതെ കൽദായ സുറിയാനി റീത്ത് രൂപമെടുത്ത എദേസ നഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെയും വേദപുസ്തക അധ്യയനത്തിന്റെയും ഒരു വിസ്തൃത കേന്ദ്രമായിരുന്നു. ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾക്ക് കിടനിൽക്കുന്ന സെമിറ്റിക് സംസ്കാരത്തിന്റെ ആസ്ഥാനവും എദേസയായിരുന്നു. ഈ അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് കൽദായ സുറിയാനി റീത്ത് തികച്ചും പൗരസ്ത്യമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഇതത്രയും നമ്മുടെ പുരാതനമായ റീത്ത്. ഇത് കർദിനൽ പാറേക്കാട്ടിൽ ഒന്നാമതായി ഒപ്പിട്ട രേഖയാണത്. അപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി പള്ളികളാണ് അവിടെ ഉള്ളത്, സഭയാണ് അവിടെ ഉള്ളത്. അതിനെ എതിർക്കുന്നവരെ മുഴുവൻ അവിടുന്ന് പുറത്താക്കണം, കൽദായരല്ലാത്തവരെ മുഴുവൻ പുറത്താക്കണം, ഈ മുന്നേറ്റക്കാരെയും വിമതരെയും. അതിനെ ഈ മുന്നേറ്റക്കാരെയും വിമതരെയും സപ്പോർട്ട് ചെയ്യുന്ന മെത്രാന്മാരെയും. കാരണം എറണാകുളം അങ്കമാലി അതിരൂപത കൽദായ സുറിയാനി സഭയുടെ അതിരൂപതയാണ്. അതിനെ എതിർക്കുന്നവർ അവിടെ വേണ്ട. ഇനി
എറണാകുളത്തിന് ആദ്യത്തെ വികാരി മെത്രാപ്പോലിത്ത, വികാരി അപ്പസ്തോലിക്കയായിട്ട് മാർ ലൂയിസ് പഴയപ്പറമ്പില് ചാർജ് എടുത്തപ്പോൾ അന്ന് എറണാകുളം കൊടുത്ത മംഗലപത്രം എന്താണ്? നൂതനമായി സ്ഥാപിക്കപ്പെട്ട വികാരിയത്തിന് കീഴിലുള്ള റോമ കത്തോലിക്ക കൽദായ സുറിയാനിക്കാരായ ഞങ്ങൾ, റോമ കത്തോലിക്ക കൽദായ സുറിയാനിക്കാരായ ഞങ്ങൾ, എറണാകുളം രൂപതക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എറണാകുളം കൽദായ സുറിയാനി റീത്തിന്റെ പള്ളിയാണ്, രൂപതയാണ്, പള്ളികളാണ്. അതിനെതിർക്കുന്നവരെ അവിടെ നിന്നും പുറത്താക്കണം. ഇനി ഈ മാർ ലൂയിസ് പഴപ്പറമ്പിൽ മരിച്ച് പുതിയ മെത്രാൻ വന്നു, കണ്ടത്തിൽ പിതാവ്. ആ കണ്ടത്തിൽ പിതാവ് എഴുതിയിരിക്കുന്ന ഒരു വാചകം നോക്കൂ. 1930 ഡിസംബർ 3-ാം തീയതി 1930 ഡിസംബർ 3-ാം തീയതി മലബാറിലെ കൽദായ സുറിയാനി സഭയിലെ വൈദികർ ഉപയോഗിക്കുന്ന സ്ലീഹന്മാരുടെ കുർബാന ക്രമ പുസ്തകം പുതുതായി അച്ചടിക്കുന്നതിന് വലിയ സന്തോഷത്തിന് നാം അനുവാദം നൽകുന്നു. മലബാറിലെ കൽദായ സുറിയാനി സഭയിലെ വൈദികർ ഉപയോഗിക്കുന്ന സ്ലീഹന്മാരുടെ കുർബാനക്രമം, അദ്ദായിമാരുടെ സ്ലീഹന്മാരുടെ കുർബാനക്രമം ആരുപയോഗിക്കുന്നത്? മലബാറിലെ കൽദായ സുറിയാനി സഭ, സീറോ മലബാർ സഭ. അപ്പോൾ ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് കൽദായ സുറിയാനി സഭയാണ്. അതിനെതിർക്കുന്ന എറണാകുളത്തെ മുന്നേറ്റക്കാരെയും വിമത വൈദികരെയും അവിടുന്ന് പുറത്താക്കണം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെത്രമാരും പുറത്താക്കണം. അപ്പോഴേ പ്രശ്നം തീരുള്ളൂ. ഇനി ഈ സൂംബ ഡാൻസുകാരന്റെ മകളെ വിവാഹം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു കൽദായ സുറിയാനി പള്ളിയിലെ ഒരു കൽദായ സുറിയാനി ചെറുക്കന. അപ്പൊ മുന്നേറ്റക്കാരുടെ ഒരാളെ കൂടി കൽദായ സുറിയാനി സഭയിലേക്ക് കിട്ടിയിരിക്കുന്നു. ഈ മുന്നേറ്റ നേതാവിന്റെ മകനോ മകളാണ്ട് കെട്ടിച്ചിരിക്കുന്നത് കോതമംഗലത്തേക്കല്ലേ? അവിടെയും കൽദായ സുറിയാനി സഭയിലേക്കാണല്ലോ കെട്ടിച്ചത്. നിങ്ങൾ ഈ ഇവരെ ഫോളോ ചെയ്യുന്ന അണികൾ കേൾക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഈ രാജനുണയൻ അവരുടെ മക്കളെ കൽദായ സുറിയാനി സഭയ്ക്ക് കൊടുക്കാനൊന്നും ഒരു മടി അവർക്കില്ല. അണികൾ പോകരുത്. ഇരട്ടത്താപ്പ് കണ്ടോ? അവരുടെ മകനോ മകളോ കൽദായ സുറിയാനി സഭയിലേക്ക് രൂപതയ്ക്ക് കൊടുക്കാൻ ഒരു മടി അവർക്കില്ല. അവിടെ ഈ പൃഷ്ഠകുർബാന കാണാനും ഒരു പ്രയാസമില്ല. കുണ്ടിക്കുർബാന എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുർബാന കാണാൻ അവർക്ക് പ്രയാസമില്ല. അണികൾ പക്ഷേ സഭയുടെ കുർബാനയിൽ പങ്കെടുക്കരുത്. അവർക്ക് മുഖാഭിമുഖം കണ്ടിട്ട് വേണം കുർബാന കാണാൻ. അണികൾക്ക്, നേതാക്കന്മാർക്ക് വേറെ. ഈ മാസ്റ്റർ പാട്ടിലെ കാര്യം പറയുന്ന പോലെയാണ് ഈ മുന്നേറ്റക്കാര്. നേതാക്കന്മാർക്ക് വേറെ രീതി, അണികൾക്ക് വേറെ രീതി. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ സൂംബ ഡാൻസുകാരെന്ന് പറഞ്ഞല്ലോ, അയാളുടെ മകളുടെ മനസ്സമ്മതം നടക്കുന്നത് കണ്ടനാട് പള്ളിയിലും മനസ്സമ്മതം നടന്നത് പിന്നെ അതിഥി സൽക്കാരം നടന്നത് ഒരു പെന്തക്കോസ്തുകാരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലുമാണ്. ഇതിനടുത്ത് ഈ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്ത് അവിടെ ഒരു കപ്പേള പള്ളിയുണ്ട്. കപ്പേള എന്ന് പറഞ്ഞാലും സാമാന്യം വലുപ്പമുള്ളൊരു പള്ളിയാണ്. ഈ ഓഡിറ്റോറിയത്തിൽ ചേർന്ന് അത് ഉദയംപേർ സൂനദോസ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു തൈക്കാട്ടമ്മ എന്ന് പറയുന്ന, തൈക്കാട്ടമ്മയുടെ കപ്പേള എന്ന് പറയുന്ന ഒരു കപ്പേളയാണ്. ഈ പള്ളി പണിയിപ്പിച്ചു കൊടുത്തത് ഇപ്പോൾ ഉദയംപേരൂർ സൂനദോസ് പള്ളിയിലുള്ള ഉദയംപേരൂർ സംരക്ഷണ സമിതിയുടെ ചെയർമാനായ ജോസ് അറക്കത്താഴത്തിന്റെ ജ്യേഷ്ഠൻ ലൂയിസ് അറക്കത്താഴത്ത് ആണ്. ലൂയിസ് അറക്കത്താഴത്ത് ഇപ്പോ ഉദയംപേരൂർ സൂനദോസ് പള്ളിയിലെ സൂനദോസ് പള്ളി സംരക്ഷണ സമിതിയുടെ ചെയർമാനായ ജോസ് അറക്കത്താഴത്തിന്റെ ജ്യേഷ്ഠൻ ലൂയിസ് അറക്കത്താഴത്താണ് ഈ പള്ളി പണിയിപ്പിച്ചു കൊടുത്തത്. ഈ സൂംബ ഡാൻസുകാരന്റെ ഈ പള്ളി പൂട്ടിച്ച ഉദയംപേരൂർ സൂനദോസ് പള്ളി പൂട്ടിച്ച ആ സൂംബ ഡാൻസുകാരുണ്ടല്ലോ, അങ്ങവരുടെ വീട്ടുപേരും അറക്കത്താഴെന്ന് എഴുതിയിരിക്കുന്നേ. വാസ്തവത്തിൽ അറക്കത്താഴം ആയിരിക്കാം, അറക്കത്താഴത്തല്ല, അറക്കത്താഴത്ത്. അതാണ് അവർ ആ വീട്ടുകാരനെ പള്ളി പണിയിപ്പിച്ചു കൊടുത്തത്. ഇങ്ങോര് ഈ പള്ളി പൂട്ടിച്ചോൻ എഴുതിയിരിക്കുന്ന അറക്കത്താഴത്ത് എഴുതിയിട്ടുണ്ട്, ചിലടത്ത് അറക്കത്താഴം എന്നാണ്. എന്താണ് സംഭവിച്ചത്? അറക്കത്താഴത്തുകാരുടെ പറമ്പിൽ കുടികിടപ്പായി വന്നതാണ് ഈ സൂംബ ഡാൻസുകാരൻ. എന്നിട്ട് അറക്കത്താഴത്തുകാരുടെ വീട്ടുപേര് അടിച്ചു മാറ്റി സ്വന്തം വീട്ടുപേരാക്കി. സ്വന്തം വീട്ടുപേര് പോലും ഇല്ലാതിരുന്നവനായിരുന്നു ഈ സൂംബ ഡാൻസുകാരൻ. എന്നിട്ട് ആരുടെ പറമ്പിലാണോ കുടികിടപ്പായിട്ട് വന്നത് അവരുടെ വീട്ടുപേര് എടുത്തിട്ട്, ഒരു ബന്ധവുമില്ല ഇവർ തമ്മിൽ, ഈ തറവാടുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കുടികിടപ്പുകാരൻ ജന്മിയുടെ വീട്ടുപേരെടുക്കുന്ന പതിവാണ് പണ്ടുള്ളത്. അങ്ങനെ എടുത്തിട്ടാണ് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറക്കത്താഴത്ത് ലൂയിസ് ആണിത് പണിത് കൊടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സൂംബ ഡാൻസുകാരൻ. ഈ രണ്ട് തറവാടുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ അറക്കത്താഴത്ത് എന്നുള്ള ആ വാചകം കണ്ടപ്പോഴാണ് ഈ രാജനുണയാൻ ശൈശു ഇവിടുത്തെ അതായത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന അറക്കത്താഴത്ത് കേട്ടിട്ടുണ്ട്. ഇതും അറക്കത്താഴത്താണല്ലോ. അതാണ് ഓടി വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടുത്തെ സകല പ്രധാനപ്പെട്ട ആളുകളും മുന്നേറ്റക്കാരുടെ കൂടെയാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിലാണ് ഈ നുണകൾ മുഴുവൻ കാച്ചിയത്.
അറക്കത്താഴത്ത് കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കുടികിടപ്പുകാരൻ അറക്കത്താഴത്ത് വീട്ടുപേര് കട്ടെടുത്തിട്ട് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയിട്ട് അറക്കത്താഴത്ത് പറഞ്ഞിട്ട് ഒരു കുറി അച്ചടിച്ചു. അപ്പോൾ അറക്കത്താഴത്തെ കുടുംബമാണ് ഉദയംപേര് സൂനോദോസ് പള്ളിയിൽ സഭയ്ക്ക് വേണ്ടി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കണേ എന്ന് കേട്ടിട്ടുള്ള ഈ രാജനുണയൻ ഇത് അറക്കത്താഴത്തിന്റെ ആണല്ലോ, ഉദയംപേര് പള്ളിയിലാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഓടി വന്നിട്ട് കുറച്ചു പേരെ ഫോട്ടോ എടുത്തിട്ട് ഈ നുണകൾ മുഴുവൻ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ സകല സെന്റൻസുകളും നുണയാന്ന് മനസ്സിലായില്ലേ? രാജനുണയൻ. അയാൾ നുണയനും നുണയുടെ അപ്പനുമാണ്. അയാളെ പിന്തുടരുന്നവര് രക്ഷയിലേക്കല്ല നടക്കുന്നത്, നാശത്തിലേക്കാണ്. അത് മെത്രാന്മാരായാലും മേജർ ആർച്ച് ബിഷപ്പായാലും വിമത വൈദികരായാലും അണികളായാലും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.